സാർദരെ എല്ലാ മാന്യ ഫുട്ബോൾ പ്രേമികൾക്കും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഇന്നേ വരെ എന്നെ കാണാത്തൊരു ലുക്കിലാണ് ഇന്നിവിടെ നിങ്ങളൊന്ന് കാണുന്നത് എനിക്കറിയാം. ഞാനും എന്നെ ഇന്നേ വരെ കാണാത്ത ഒരു ലുക്കിലാണ് നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതെന്ന് എനിക്കറിയാം. അളവ് നോക്കി ഇപ്പോൾ പാൻ്റ് അടുപ്പിക്കാൻ പറഞ്ഞപ്പോൾ ഇത്രയും അളവിൽ പാൻ്റ് അടുപ്പിച്ച് തന്ന എൻ്റെ പ്രിയപ്പെട്ട ഷെനൂബലി, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഷെനൂബലിയെ ഞാൻ ഈ നിമിഷം സ്മരിച്ചു പോവുകയാണ്. ഇത്രയും സൂപ്പർ ഫിറ്റിങ്ങിൽ, സൂപ്പർ മറ്റേ പിരികമൂർന്ന താടിയും സൂപ്പർ മീശയും സെറ്റായോ എന്നുള്ള ലുക്കിൽ എന്നെ ഇന്ന് ആക്കി തീർത്തത് ഷെനൂബലിയാണ്. അപ്പോൾ എനിക്ക് എല്ലാവരോടും റിക്വസ്റ്റുകൾ എന്താ വെച്ചാൽ, സംഭവം നിങ്ങൾക്ക് വേണ്ടി കോലൊക്കെ കെട്ടി നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റ്, നമുക്കത് ആവശ്യങ്ങളില്ലെങ്കിലും നിങ്ങൾക്കൊരു 4 മിനിറ്റ് എൻ്റർടൈൻമെൻറ്റ് കൂടെ കെട്ടിയിട്ടാണ് ഇങ്ങനെ കോലം കെട്ടിയത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാണ്ട് കേട്ടോ. അപ്പം ഒരുപാട് കാലത്തെ പരിശ്രമത്തിന് ശേഷം ഞാൻ ബിബിൻ അശോക് ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിരിക്കുകയാണ്. സോ എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു മ്യൂസിക് ഡയറക്ടറിൻ്റെ കൂടെയാണ് ഈ ഒരു വർക്ക് പുറത്തിറങ്ങിയിട്ടുള്ളത്. സോ എല്ലാവരും വ്ളോഗ് കാണുന്നതിന് മുമ്പ് തന്നെ തിങ്ക് മ്യൂസിക് ഇന്ത്യ എന്നുള്ള ഈ പേജ് പോവുക. തിങ്ക് മ്യൂസിക് ഇന്ത്യ എന്ന് അടിച്ചു കഴിഞ്ഞാൽ പേജിൽ പോവുക, നേരെ പേജിൽ പോവുക, വീഡിയോസ് എടുക്കുക. വയോജന സോംബി പ്രകമ്പനം മൂവിയിലെ ഗണപതിയും സാഗർ സൂരിയും അതുപോലെ തന്നെ നമ്മളെ അല്ലമീനും എല്ലാവരും അഭിനയിച്ചിട്ടുള്ള പടമായിട്ടുള്ള നമ്മളെ ടാർസൻ ബ്രോ എല്ലാവരും അഭിനയിച്ചിട്ടുള്ള പടമായിട്ടുള്ള പ്രകമ്പന മൂവി നമ്മൾ പാടിയ പ്രോമോ സോങ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ, പ്ലേ ചെയ്യണില്ല. അപ്പോൾ ഈ പാട്ട് മസ്റ്റായിട്ടും എല്ലാവരും പോവുക, നേരെ ഫീഡ് പോവുക, ഇവിടെ ഒരു കമൻറ്റ് ചെയ്യുക, പാട്ടിനെ കുറിച്ച് ഒരു കമൻറ്റ് ചെയ്യുക, എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട്, അഭിപ്രായങ്ങൾ എന്നുള്ളത് എല്ലാവരും മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്തിട്ട് ബാക്കി വ്ളോഗ് കാണുക. നിങ്ങൾക്ക് വേണ്ടി ഈ വ്ളോഗിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് ചില്ലറ പരിപാടികളുള്ള ഹെവി വ്ളോഗാണ് നിങ്ങളെല്ലാവരും കാണാൻ പോകുന്നത്. അപ്പോൾ കാണുന്നതിൻ്റെ മുന്നേ മസ്റ്റായിട്ടും ഇപ്പം തന്നെ ചെല്ലുക. പറഞ്ഞിട്ട് കേൾക്കാത്ത പോലെ എന്തായാലും ഉറുമ്പ് അടിച്ചും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അബദ്ധത്തിൽ നിങ്ങൾ ചെന്ന് ചാടും. എന്തായാലും ഉറപ്പാണ് ഇല്ലേ വാണ്ടിയിൽ വേഗം പോയി കണ്ട് എന്ത് ചെയ്യുക, പാട്ടിൽ പോയി കമൻറ്റ് ചെയ്യുക, പാട്ട് കേൾക്കുക. അതുപോലെ തന്നെ കോളേജിലത്തെ ആൾക്കാരൊക്കെ ഇതിലൊരു ഹുക്ക് ഉണ്ട് കേട്ടോ. ജയ ഓംകാര ശങ്കര വിരാജിത ഭീകരമിയ ശങ്ക തീർത്തിടണേ നമ ജപ ജയ ജയ. അപ്പോൾ ഈ ഭാഗത്ത് നല്ല സൂപ്പർ ഹുക്കാണ്. അത് വെച്ചിട്ട് റീൽസ് മസ്റ്റായിട്ടും ചെയ്യുക. ക്രിയേറ്റേഴ്സ് വ്ളോഗ് കാണുന്നുണ്ട്, എഡിറ്റേഴ്സ് വ്ളോഗ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പാട്ടിലെ ഈ ഹുക്ക് വെച്ചിട്ട് മസ്റ്റായിട്ടും റീൽസ് കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ എന്തായാലും റീഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വ്ളോഗ് തുടങ്ങാം, വ്ളോഗ് കാണാം. ഇന്ന് നമ്മളൊരു കല്യാണത്തിന് പോകണം, നമ്മളെല്ലാ കപ്പിൾസിൻ്റെയും കൂടെ ഒരു കല്യാണത്തിന് പോകണം. സോ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് വ്ളോഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. സാർദരെ ഏവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ദിവസങ്ങളായി നിങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഏറ്റവും പുതിയ വീഡിയോസ് ആയിട്ടുള്ള രാധേട്ടൻ്റെ കൂടെയുള്ള വീഡിയോ. ലാസ്റ്റ് വീഡിയോ ഏതാ? അച്ചു, ബഹുമാനപ്പെട്ട അച്ചുവിനെ മഞ്ചേരി പോയി ചരിത്ര സംഭവം കാണാല്ലോ അപ്പം നമ്മുടെ സുഹൃത്തും വഴികാട്ടിയുമായ മണാലി നമ്മുടെ അടുത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. മണാലി ലാസ്റ്റ് ഏത് രാജ്യത്തു നിന്നാണ്? വാലേക്കും സലാം. ലാസ്റ്റ് ഇപ്പോൾ ഏത് രാജ്യത്തു നിന്നാണ് വന്നത്? ഇന്തോനേഷ്യ. ആരുടെ കൂടെയാണ് യാത്ര പോയത്? ബാസിൽ. ഇതുവരെ ഇന്തോനേഷ്യൻ ട്രിപ്പിൽ ഒരു വീഡിയോ, സ്റ്റോറി, ഫോട്ടോ ഒന്നും പുറത്തു വിട്ടിട്ടില്ല. അതിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന മറ നീക്കി പുറത്തു വരാൻ തുറന്ന് പറയാനുള്ള ഒരു അവസരം ഞങ്ങൾ മൈക്ക് നീട്ടുകയാണ്. പറഞ്ഞോളൂ നമ്മുടെ കാണികളോട്. പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? നിങ്ങൾ രണ്ടാളും കണക്കാ, ഇവലൊക്കെ പേടിച്ചോളാം. അതായത് ഇവലൊക്കെ ഗെയിം എന്താ അറിയോ? ഇവലൊക്കെ ഗെയിം പറഞ്ഞാല് ഇപ്പൊ ഇക്കും ഇക്കുന്റെ മറ പൊളിഞ്ഞു തുടങ്ങി. ഒരു തലക്കെന്ന് മറ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പാവപ്പെട്ടിക്കു. അപ്പൊ ഇക്കുവിന്റെയും സൽമാന്റെ ഗെയിം എന്ന് വെച്ചാൽ തായ്ലൻഡ് പോയിട്ട് വീഡിയോസും ഫോട്ടോസും ഒന്നുമില്ല. എന്നിട്ട് നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ, സൽമാൻ ഞങ്ങളെവിടെയൊക്കെ പോയി? അതിൽ ഇക്കു ഞങ്ങളെവിടെയും പോയിട്ടില്ല. സൽമാനോട് ചോദിച്ചോ, അതിൽ സൽമാൻ ഞങ്ങളെവിടെയും പോയിട്ടില്ല. ഇവര് തായ്ലൻഡിൽ പോയിട്ടേ ഇവര് നല്ല അന്നദാന പരിപാടികൾക്കൊക്കെ പോയിട്ട് പള്ളിക്ക കൂടിയൊക്കെ പോയി ഇങ്ങനെ നടക്കേനി. മറ്റേ പറയണോ? എന്നങ്ങോട്ട് വാ ജയ്. കാലം കുറച്ച് കഴിഞ്ഞ ഇപ്പൊ മറ്റത് കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞോക്കെ കഴിഞ്ഞ വ്ളോഗ് പറഞ്ഞ 4K ക്ലിയറിലാ പോണേ. ജയ് ആണ് പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്കാർ എന്റെ പോലെ പൊട്ടന്മാരല്ല. പറയ് അച്ചു, എവിടെ നിന്ന് വരുന്നു നിങ്ങൾ? മഞ്ചേരി. എടത് കറച്ച് ഞാൻ ജാംജൂമിന്റെ ഇതാണ് എഴുതിയത്. അല്ല കണ്ടിക്കണ ജി? അല്ല കുറ്റം പറയല്ല, ഞാൻ ജാംജൂമിന് ഷർട്ട് ചിട്ടുവന്നാണ്. ജാംജൂം സൂപ്പർ മാർക്കറ്റ് കണ്ടോ നബിലുണ്ടോ? ഇതൊക്കെ നബില ജാംജൂം സൂപ്പർ മാർക്കറ്റ്. ആദ്യം ഞാൻ അതാണ് എഴുതി ജാംജൂം. എടാ ആണിന് ഞാൻ പെട്ട് ജാംജൂം ഷർട്ട് ഇട്ടുണ്ടോ? അപ്പൊ പിന്നെയാണ് ആഫ്റ്റർ വർക്ക് ഇതെവിടെ വാങ്ങിയേ? പേഴ്സണലായിട്ട് ചെയ്യാവാ.
അപ്പം ഇന്ന് നമുക്ക് നമുക്ക് പുതിയ അതിഥി റുഷ്തനെ കുറിച്ച് അത് 2 വാക്ക് പറയും. റുഷ്ത ഇതുവരെ വ്ളോഗിൽ ഒന്നും വേണ്ട റുഷ്തനെ കുറിച്ച് പറയില്ല. ആരാണ് റുഷ്ത? റുഷ്തനെ കുറിച്ച് പറയാൻ പറ്റിയ ആളാ. അപ്പം ഇന്ന് സത്യം പറഞ്ഞാൽ എന്താ വെച്ചാൽ റുഷ്ദ നമ്മളെ കമ്പനിക്കാരത്തിയാണ്, നമുക്ക് എല്ലാവരും ഫ്രണ്ടാണ്. അപ്പോൾ നമ്മളെ ഫ്രണ്ടാണ് മിർഷാക്ക. അപ്പോൾ ഞാൻ മിർഷാക്കാണ്ട് പറഞ്ഞു, മിർഷാക്ക ഒന്നും നോക്കണ്ട, പരിപാടിക്ക് വരിക. കാരണം ഇനിയും റുഷ്ദ വല്ലാതെ വിളിച്ചിട്ടൊന്നുമില്ല. റുഷ്ദ പറഞ്ഞു പിന്നെ പരിപാടി ഉണ്ട്, ഇജ്ജ് ഫ്രീ ആണോ, ആണെങ്കിൽ വാ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ അങ്ങനെ പോരും. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളെന്തെങ്കിലും അക്കച്ചക്കമ്മ പോങ്ങളും പോരായിരുന്നു. കല്യാണത്തിന് ഇങ്ങനെ പോലെ ഞാനൊക്കെ എത്രയോ കല്യാണത്തിന് ഇങ്ങനെ വിളിച്ചാൽ ഇവനെ നാട്ടിൽ നിന്നില്ല കല്യാണത്തിൽ എത്ര കല്യാണം വിളിച്ചാൽ കല്യാണം കൂടി എന്താ സംഭവം? അതാണ് എല്ലാവരും അവസ്ഥ. ആർക്കും അറിയ റുഷ്തന്റെ ചെക്കന്റെ പേരെന്താ? സുമേഷ്. സ്റ്റൈലൊക്കെ ഉണ്ട് അവിടെ പോയിട്ട് ഇങ്ങനെ നിക്ക. റുഷ്തന്റെ ചെറുക്കന്റെ പേരെന്താ? പുതിയാപ്പിളെ. നബീലെ ബ്രോ അനക്ക് പിന്നെ അറിയും. എന്താ പേര്? ചെക്കൻ കുഞ്ഞാണി, ഷബീർ കുഞ്ഞാണി ആണ്. ഷബീറാണ് കാര്യത്തിൽ കുഞ്ഞാണി ഇറക്കുന്ന പേര്. കുഞ്ഞാണി ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ ഹാപ്പി മാനല്ലേ കുഞ്ഞാണി ഇറട്ടോ. ഞാൻ അതിന് അഡിക്റ്റ് ആവാം. നബില് വാ. മണാലി അങ്ങനെ മാണ ഇങ്ങനെ കുട്ടിനെ വിളിച്ചിക്കാതെ ബാങ്ക് ഹലാലാക്കി കെട്ടിക്കോ. എന്നാ അതേമാതിരി നിർത്താം. ഇതാ നിക്കണ്, ഇതാ ഉബൈദിക്കും ഇപ്പുത്തിയും ഇതാ നിക്കണേ. ഇത് മുനീർക്ക മുനീറ. ഇത് മുനീറാണ്, മുനീർക്കാണ്. നമ്മുടെ വയോജനങ്ങൾ നിക്കി വനിതാ ജനങ്ങൾ നമ്മളെ കൂട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ഈ കഴിഞ്ഞൊരു കൊല്ലം കൊണ്ട് കാണികളുടെ ഉള്ളിൽ പ്രിയങ്കരിയായി കാണികളുടെ മനസ്സ് കീഴടക്കിയ കേരളത്തിലെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള 3 കപ്പിൾസിന്റെ 3 പറയട്ടെ 3 യുവാക്കളുടെ കമിതാക്കൾ എന്തിനാ പറയാ ഭാര്യമാരായിട്ടുള്ള 3 യുവതികളാണ് ഡ്രഡും ലീയും ഇഫ്രയും. എന്താണ് പറയാനുള്ളത്? ആരുടെ കല്യാണത്തിനാണ് വന്നിട്ടുള്ളത്? കുയിന്റെ ഹസ്ബൻഡിന്റെ പേര് അറിയില്ല. ഇന്ന് തിന്നാൻ വന്ന കല്യാണത്തിലെ പുതിയാപ്പിളിന്റെ പേര് അറിയില്ല. അപ്പൊ കണ്ടോളി, നല്ല സൽവാറും സ്യൂട്ടും മാത്രമേ ഉള്ളൂ. വരുന്ന കല്യാണത്തില് ആരെ കല്യാണത്തിനാണ് വന്നത്? കുഞ്ഞാണി പറക്കപ്പറമ്പത്തെ പെണ്ണിന്റെ ആൾക്കാരല്ലേ? പെണ്ണിന്റെ ആൾക്കാരാണ്. ഇത് ചെക്കനെ പിയൂട്ടിന്റെ പേരറിയോ? ഷിബിലി ഗൾഫിൽ നിന്നോ? വാലേക്കും സലാം. എവിടെങ്ങായി? എന്താ കഥ വ്ളോഗിലാണോ? ഹായ്, എന്റെ പേര് ഷിബിലി. പരിചയപ്പെടുത്തിക്കോ, നാളെ അറിയട്ടെ. അറിയാനൊന്നുമില്ല. ഓടിയും ചോദിച്ചു. എൻഗേജ്മെന്റ് ആണ്. പുതിയാപ്പിളിന്റെ പേര് പോലും അറിയില്ല. ഷബീർ, ഞാൻ പറഞ്ഞ പുതിയാപ്പിളിന്റെ ആളാ. കുഞ്ഞാണി അതുണ്ട് വ്ളോഗല്ലേ. ഇവൻ കല്യാണം വന്നത് ഇന്ന് എൻഗേജ്മെന്റ് ആയിട്ടുള്ള പറഞ്ഞൊരു പരിപാടി ഉണ്ട് വാന്നാണ്. അപ്പൊ ഞാൻ പരിപാടിയിൽ പണ്ട് മുതലേ അങ്ങനെ പോകലുണ്ട്. പരിപാടി ഫാത്തിമ നാട്ടിലെ റൗഡി. ഹായ് വലൈസ്ലാം, എന്താ വിശേഷം? സുഖം. ചാടിച്ചോ? ആ ഇല്ലല്ല, നമ്മൾ കുടിക്കാതെ വരുന്നേ. റുഷ്ദ എടുത്തു. എന്നിട്ട് വിളിച്ചതൊക്കെ ഇങ്ങോട്ട് വന്നാ. ഹായ് ബ്രോ. ഹായ്, എന്താ വിശേഷം? നമ്മൾ മീറ്റ് ചെയ്ത് നബീലിന്റെ ഒപ്പം ഷിബിലിന്റെ നാട്ടിൽ വന്നാ. ഓക്കെ ഓക്കെ. എപ്പോഴാ പരിപാടി? ഇപ്പോഴൊക്കെ തന്നെ പരിപാടി. അപ്പം ഇതാണ് സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഞങ്ങളുടെ സ്വന്തം പുതിയാപ്പിളി മേരി. പുതിയാപ്പിള കുഞ്ഞാടിയാ, 2 വാക്ക് പറയും. എന്താണ് വിശേഷം? ഉഷാറായിട്ട് പോകണം. ഹാപ്പി മാരീഡ് ലൈഫാണ്. ഈ പുറത്തേനി, ഈ ഖത്തറിലേനി. ആ ഓക്കെ ഓക്കെ. അല്ല അപ്പൊ ഷിബിലിന്റെ ഒരു ഫ്രണ്ട് തന്നെ എടാ, ഇവന്റെ അതേപോലെ ഒരു ചെക്കല്ലേ എൻ്റെ ഒരു ഫ്രണ്ട്?
ഒരു അവരുടെ കല്യാണം നല്ല കഴിഞ്ഞില്ലേ? ഇന്നലെ ജാസിം. എടാ ഞാൻ പറയണത് ഒരു എൻ്റെ ഒപ്പം തന്നെ ഫുൾ ടൈം ഉണ്ടായിന് അത് ജാസി. ഒരു ജോലി ഇതൊക്കെ അവരുടെ കല്യാണം കഴിഞ്ഞല്ലേ? ഓക്കെ ഓക്കെ എന്തായാലും ഹാപ്പി മാരീഡ് ലൈഫ്. കോസ്റ്റ്യൂം കലക്കി, കിടലൻ കോസ്റ്റ്യൂം. ഞാൻ സെലക്ഷൻ ഇത് സെലക്ട് ചെയ്ത് ഇത് ഇവിടുന്നത് ഏത് പിടിയുന്ന ആർക്കറിയാം. പക്ഷെ നല്ല രസമുണ്ടോ ഇട്ടിട്ട്? നല്ല രസമുണ്ട്. സ്റ്റിച്ച് ചെയ്തതാ. എന്താ വർത്താനം എന്നിട്ട്? നല്ലതന്നെ. ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടല്ലോ കേട്ടോ. ഇന്നെന്താ പരിപാടി? എൻഗേജ്മെന്റോ? ഇജ്ജ് വിളിച്ച് ഞാൻ ഇവിടെ ഉണ്ടായിനി. അപ്പോൾ ബിൽബിൽ എല്ലാവരും പേരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വരാമെന്ന. അല്ല പിന്നെ അന്നെ ഞാൻ വിളിച്ചല്ലേ. അല്ല വിളിച്ചിക്കണ്, പക്ഷെ എനിക്ക് പരിപാടി എന്താ പരിപാടി? ഞാൻ ഇത് കല്യാണമാണ് കരുതി. പാത്തമാരൊക്കെ ഞാനതിൻ്റെ പാൻറ് കുപ്പായൊക്കെ ഒരു 5 ട്രൗസറും കുപ്പായൊക്കെ ഇട്ട് എങ്ങനെയൊക്കെയോ ഈച്ചോ ഇങ്ങോട്ട് വാ. കല്യാണത്തിന് കൊടുക്കും. അല്ല എൻഗേജ്മെന്റ് കൊടുക്കുക. ആ നമ്മള് ഫ്രണ്ട്സാ. അതല്ലേ അല്ല ഇവൻ പറഞ്ഞു യൂട്യൂബിലൊക്കെ സ്ഥിരം കാണുന്ന മാനന്തവാടിയൊക്കെ മൈജീന്റെ ഉദ്ഘാടനം. വന്നീനു വന്നായിരുന്നല്ലേ? വന്നീനു. നിങ്ങൾ റുഷ്തന്റെ യുകെയിൽ അലോണല്ലേ? വിളിച്ചിന വീഡിയോ കോൾ ഇതിനല്ലോ എല്ലാവരും. ഓക്കെ ഓക്കെ ഓക്കെ. ഈച്ചോ അങ്ങോട്ട് വാ സൈഡത്ത് വാ. ഇവര് വിളിച്ചിനു നമ്മളെ ഇവളവിടെ എത്തിയ ടൈമിൽ ഓലെല്ലാരും വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ സംസാരിക്കലുണ്ട് ഓരോന്ന്. എവിടെയാ വീട്? എൻ്റെ നിലമ്പൂര്. ചേട്ടന് മാനന്തവാടി. ഞാൻ വന്നിട്ടുണ്ട് അവിടെ വയനാട്. ഇനോഗ്രേഷൻ വന്നിട്ടുണ്ട്. എപ്പോഴാ ഒരുങ്ങൽ തുടങ്ങി? ഞാൻ എപ്പോ ഒരുങ്ങി നിനക്കറിയോ? മേക്കപ്പ് ആരാ? ഷാന. എവിടെ നിന്നിട്ടോള്? ആർക്കറിയാം. വലൈസ്ലാം. എന്താ വർത്താനം? ഹായ്. റുഷ്തന്റെ അമ്മയ്യാ? ഓക്കെ 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 ഓക്കെ. അഞ്ചന കൊടുത്തു. ഓനെപ്പടുത്തും കൂടി ഞാൻ കണ്ടിട്ടുള്ളൂ. പുതിയാപ്പിള വലൈക്കും സ്ലാം. ഒരു പുതിയാപ്പിളിനെ വെല്ലണ കോസ്റ്റ്യൂമിൽ വരണ്ടത് ഓവറിൽ നിൽക്കണ്ടായി. വലൈസ്ലാം. ഞാനും ഭയങ്കര സിമ്പിളാണ്. കാരണം എനിക്ക് പരിപാടി ഇത്ര വലിയ പരിപാടിയൊന്നും അറിയില്ല. ഇനി അത് ഞാൻ സാധാ ഡ്രസ് ഇട്ട് പോകുന്നത്. കുടുങ്ങി. കുഴപ്പമില്ല, മാനേജ് ചെയ്യാം. എല്ലാ കുടുംബക്കാരും ഉണ്ടല്ലേ? എല്ലാ കുടുംബക്കാരും ഇപ്പൊ വരും. ഈ അഫി ഉണ്ടാവില്ല. ഓൻ എക്സാം നടന്നുകൊണ്ടിരിക്കാം. മോഡല്. അപ്പൊ ഉണ്ടാവില്ല. അപ്പൊ ഇപ്പൊ ഉണ്ടാവും. ഇതുണ്ടോ സ്റ്റേജ് അങ്ങനത്തെ? അതെപ്പോഴാ? ഓല് വന്നിട്ട് തുടങ്ങൂലേ? ഓക്കെ. അപ്പോൾ റുഷ്ദ ഇതാ അതീവ സുന്ദരിയായി പഠിച്ചവനെ തൻ്റെ വിവാഹമംഗള ദിവസത്തിൽ എൻഗേജ്മെൻറ്റ് ഡേയിൽ വളരെ ബ്യൂട്ടി ആൻഡ് ക്യൂട്ടി പ്യൂക്കി ആയി നമ്മൾ എടുത്തു തന്നിട്ടുണ്ട്. അറേഞ്ച് ഓർ ലവ് മാരേജ്? അറേഞ്ച്. ലവ് മാരേജ് കം അറേഞ്ച് മാരേജ്. യുകെയിൽ പരിപാടി ഫുള്ള് കഴിഞ്ഞോ? ഇല്ല, ഞാൻ അടുത്ത മാസം പോവും. കല്യാണം കഴിഞ്ഞ ഉടനെ പോവും. അപ്പൊ എന്നാ വന്നേ? കഴിഞ്ഞ ആഴ്ച വന്നു. വെറും എൻഗേജ്മെന്റിനായിട്ട് യുകെന്ന് ഇങ്ങോട്ട് വന്നു ടിക്കറ്റ് എടുത്തിട്ട്. മേക്കപ്പ് ഇട്ടപ്പോഴേ വന്നാൽ മതി. പക്ഷെ നല്ല രസമുണ്ട്. മാഷാല്ലാ സൂപ്പർ ലുക്ക് ആയിക്കണ്. പൂട്ടി ലുക്ക് ആയിക്കണ്. എന്നാ അവിടെ പോയിരിക്കാം. അപ്പൊ സുഹൃത്തുക്കളെ ഇതാ സദസ്സിനെ സാക്ഷിയാക്കി പുതിയാപ്പളവും കുടുംബവും അരങ്ങേറുകയായി. നല്ല ചായ. നബീൽ ഇങ്ങോട്ടൊക്കെ ജിംഷ. നബീൽ നേരെ വന്നാണ്. ഇവിടെ മുട്ട ബജി ഉണ്ടോ? ഇത് ഈവനിങ് ടീ ആൻഡ് സ്നാക്സ് ആണല്ലോ. കിട്ടണതൊന്ന് പോവാന്നല്ലാണ്ട് ചിക്കൻ റോൾ ഉണ്ടോ? സാൻഡ്വിച്ച് ഉണ്ടോ? ബർഗർ ഉണ്ടോ? അതിന്റെ ഞാൻ ചോദിച്ചില്ലേ? ക്യാമറന്റെ ഇവനങ്ങനെ ക്യാമറ വരുമ്പോ ഇങ്ങനെ വരണം. പുതിയാപ്പള ഫുൾ ടീമായിട്ട്. ഡ്രസ്സൊന്നും മാറ്റി അല്ല ഞങ്ങളല്ല, ഓലി പുതിയാപ്പള. നമ്മള് ചെക്കൻ്റെ ആൾക്കാരാ, അല്ല പെണ്ണിന്റെ ആൾക്കാരാ. ഇമ്മ കണ്ടിട്ടോ ചെറുക്കന്മാരെ കയ്യിൽ നിന്ന് വാങ്ങിയ ഡ്രസ്സ് മോശമായോ? അത് മുട്ടായി ഒന്നുമില്ലേ? മുട്ടായി പിന്നെന്താണ്? അത് മുട്ടായി അല്ല. മൈക്കുണ്ടോ? മുട്ടായി ഉണ്ട്, എല്ലാം ഉണ്ടായില്ല. കേക്ക് ഉണ്ട്. കേക്ക്, മുട്ടായി, കുടിവെള്ളം. കുടിവെള്ളം ഇവിടുന്ന് കൊടുത്താ ഹനാണ്ട്. ഹനാനല്ല കേട്ടോ, ഓടായിരുന്നു. ഹനാൻ ഇറങ്ങിട്ടോ. കുട്ടികളൊക്കെ ഇപ്പം ഇങ്ങോട്ട് വരും. മുട്ടായി കിടത്താണ്ട്
ആ ലൈറ്റ് ചെറിയ ലൈറ്റ് ലേസം കമ്മിയുണ്ട് ഉപയോഗിക്കാം ഒരു മുട്ടി പാട്ടാണ് പാടിക്കണേ കണ്ടില്ല എന്താണ് എൻ്റെ സ്വഭാവം ഒറിജിനൽ സ്വഭാവം ഒരു എല്ലാവരും സദസ്സ് മൊത്തം ഉണ്ടാക്കുമ്പോൾ ഇവിടുന്ന് നാട്ടിലെ റൗഡി അതാണ് പാട്ടിൻ്റെ ഇമ്പാക്ട് ആ പാട്ട് അങ്ങനെയും കേട്ടോണ്ടല്ലേ അതുപോലെ ഇതാ പുതിയാപ്പിളയും കുടുംബവും സദസ്സിനെ സാക്ഷിയാക്കി ഈ നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി പുതിയാപ്പിള ഇമ്മ കുടുംബക്കാർ കൂട്ടക്കാരെല്ലാവരും പോവുകയായി പുതിയാപ്പിളിൻ്റെ ആദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു ഓനോൻ്റെ വല്യമാൻ്റെ കൈ പിടിച്ചാൽ പോണേ അതാണ് അതാവണം പുതിയാപ്പിള അതായിരിക്കണം പുതിയാപ്പിള വെറുതെ കുറെ സ്റ്റൈലാക്കിയാണ്ട് പോണ പുതിയാപ്പിളമാരുണ്ട് ഓൽക്കൊരു മാതൃകയാണ് ഈ പുതിയാപ്പിള എനിക്ക് ഇഷ്ടപ്പെട്ട് 100-ൽ 100 മാർക്ക് ഞാൻ കൊടുക്കും സ്വന്തം വല്യമാനെ കൈ പിടിച്ച് പോയിക്കണമെങ്കിൽ ഇവിടെയൊക്കെ പടത്തിന്റെ മൂടി നിൽക്കണ്ടേ പിന്നെ കജ്ജിങ്ങനെ തീക്ക് വെക്കണ്ട തളച്ചുകൊണ്ട് വരും ഫിംഗർ ഫ്രൈ ആയിക്കാണ്ട് വാൾട്ടർ ഇവിടെയൊക്കെ പൊടിച്ചിട്ടുണ്ട് അടുത്ത ഇതിനാവും ക്ലീൻ അറിയും പൊരിച്ച് ഇവിടെ വെക്കേണ്ടി വരും ഓണായിട്ടോ കുഴപ്പമില്ല ആദ്യം പുതിയാപ്പിളിന്റെ എല്ലാവരും കയറിക്കോട്ടെ എന്തൊരു സൈലൻസ് എന്നാ ഒച്ചമ്പളിയൊക്കെ ഉണ്ടാക്കി നിമിഷം എന്താ വേണ്ടി പഴംപൊരിയാണോ പുള്ളിയോടാണോ ഇവിടെ അല്ല പുറത്തു വേണ്ടി ഒരു പക്കോട എന്നല്ലേ പഴംപൊരിയോ വേറെന്താ വേണ്ടി പഴംപൊരി ചെറുതാട്ടോ പഴംപൊരി ഉണ്ട് ഉഴുന്നുവട ഉണ്ട് ഉള്ളിവട ചിക്കൻ ഇതെന്താ മറന്നുപോയി ബോസേ ഇതെന്താ പരിപ്പോടെ ഒക്കവട പരിപ്പുട ആകെ സീനായിട്ടോ എപ്പോഴാണ് ഡാൻസ് തുടങ്ങണ്ടേ ഞാൻ പഠിച്ചു വന്നു ഇല്ലല്ലോ കളിച്ചണല്ലോ നിങ്ങളെ കല്യാണത്തിന് എന്തിനാ ഞാൻ ഡാൻസ് കളിച്ചിട്ടുള്ള ആവശ്യം ഹൈദാറ എയർലായി ആ പഞ്ചാബി ഹൗസിന്റെ രമണന്റെ കോസ്റ്റ്യൂം ഇട്ടിട്ട് അല്ല ഹൈദാറ വെച്ചെന്ന് ഡാൻസ് കളിക്കേനി എന്നാ അത്ര ഓറ മൈനസ് ആവൂലേ അല്ല ഇച്ചിപ്പോ അതിൽ കേതുണ്ട് അന്ന് ഡാൻസ് കളിച്ചാൽ മതി ഇനി അല്ല അന്ന് പാട്ട് പാടിയപ്പോ ആ ഡ്രസ്സും ഒറ്റക്ക് വീഡിയോ 1 മില്യൺ ആയി പോയി ഡാൻസിലാണെങ്കിൽ അങ്ങനെ അത്ര ദൂരം പോകില്ല അതിൽ ഫുൾ കമ്പറ്റി എന്ത് കൂള കോസ്റ്റ്യൂമാണ് ഫാമിലി കഴിഞ്ഞിട്ടോ പെച്ചോളി എല്ലാരും പോയിട്ടുണ്ടാക്കിയതറിയോ അതിട്ട് ഫസ്റ്റ് ഇറങ്ങി വന്നില്ലേ എന്നിട്ട് നോട്ടം നോക്കില്ല എപ്പോഴും മറക്കൂല മിഞ്ഞാന്ന് ജിം തുടങ്ങിയിട്ടുള്ളൂ ഇന്നൊരു 5 പഴംപൊരി അല്ല ഷേപ്പ് ചെയ്യാൻ ടൈം കിട്ടിയില്ല അപ്പൊ സുഹൃത്തുക്കളെ ബാക്കി ആഘോഷ പരിപാടികൾ എടാ മനെ പിടിച്ചോളൂ കുട്ടികളെ പിടിച്ച കട നബീൽ ഓനിപ്പോ ഫോട്ടോ തോളി ഓ ഫോട്ടോ എടുക്കാമല്ലോ വരി അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങൾ കാണാം ഒരു നേരത്തെ വരെയൊക്കെ തന്നെ ഷൂട്ടായിട്ട് പോകുന്നു ഓൾറെഡി ഷൂട്ടുണ്ട് ഇവിടെ കിട്ടുകയാണെങ്കിൽ നമ്മൾ നിലമ്പൂരിൽ 1 മണിക്കൂർ
അല്ലേ പക്ഷേ ഞാൻ തൊട്ടില്ല. നീ അങ്ങനെ ഫിറ്റ് ചെയ്താൽ അല്ല ഞാൻ ഫിറ്റ് ചെയ്യാം. അങ്ങനെ ബാലിക്കുട്ടിയാട്ടത് വെള്ളത്തിൽ കൊണ്ടായിട്ടത് ഇതും ഇപ്പൊ തന്നെ അതിന് വയലൊക്കെ പോക്കറ്റിലിട്ട് പോട്ടെ. ഷാന ഞാൻ എടുക്കണോ? ഇങ്ങനെ എടുത്ത് പൊന്തിക്ക് ആകെ അടങ്ങേറായി. അതിന് തല താങ്ങ് അതിന് തല താങ്ങ് ആ ഇൻസാനിയൊന്ന് പാടി കൊടുത്താ കുട്ടി കരച്ചിൽ നിർത്തിയതപ്പോ അഭ്യാസ പ്രകടനം വായൽ തിരിക്കാത്ത സാധനം. കരച്ചിൽ നിർത്തിച്ചു. കഴുകി കൊണ്ടുപോകാ ആദ്യമായിട്ടുള്ള കല്യാണം അങ്ങനെ തന്നെ ഇത് കുട്ടീന്റെ സിസ്റ്റം മാറ്റിയല്ലേ? കുട്ടീന്റെ വിചാരത്ത് പാല് കിട്ടുന്നുണ്ട്. കുട്ടി ഇങ്ങനെ ഇതിന് ചിപ്പും കളിച്ചിട്ടുണ്ട്. കുട്ടീന്റെ ബ്രെയിൻ വെച്ചിട്ടാണ് ഈ മെഷീന്റെ കളി. വേറെന്തോ സീനുണ്ട് കേട്ടോ. അല്ലല്ല ഇതന്നെ ചിപ്പ് ചാടി. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട റുഷ്ദൻ്റെ ഇമ്മയുണ്ട് ഈ പോണേ. ആ പോകുന്ന റുഷ്ദൻ്റെ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം ഇന്നും ആ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് എൻ്റെ വായിന്ന് പോകണില്ല കേട്ടോ. അത്രയും സൂപ്പർ. ജില്ലേ ഒന്ന് റുഷ്ദൻ്റെ അമ്മ ഫുഡ് വെച്ചെന്നു നമുക്കെല്ലാവർക്കും ഇല്ലാതെ എന്തിനുണ്ട് അറിയണേ? മാനം കാത്ത ഞാനാ ബാക്കിൽ പോയി റുസ്തന്റെ ഹായ്. മേൽശാന്തി സുബ്രഹ്മണ്യൻ ആശ. അപ്പോൾ ഹനാനിപ്പോൾ ഷിബിലിൻ്റെ ഒപ്പൊക്കെ കൈ കൊടുക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ആ കാണുന്നതാണ് ഷിബിലിൻ്റെ ഒപ്പ. ഷിബിലിൻ്റെ ഒപ്പയും ലെഫ്റ്റ് സൈഡിലുള്ള ഷിബിലിൻ്റെ ഒപ്പ റൈറ്റ്സ്. ഇത് ഏതാ സൈഡ്? റൈറ്റ്. ഈ കാണുന്നത് ഷിബിലിൻ്റെ ഒപ്പ. അപ്പുറത്തുള്ളത് മൂത്താപ്പയും ഒപ്പിയൊക്കെയാണ് തോന്നുന്നുണ്ട് റുസ്താൻ്റെ. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. അപ്പോൾ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് അനാൻ തിരിച്ച് മടങ്ങി വരികയാണ്. ഇതാ കസാരയിലേക്ക് തന്നെ വരുന്നുണ്ട്. തിരിച്ച് അങ്ങോട്ട് ക്യാമറ തിരിക്കോ. ഷിബിലിൻ്റെ ഉപ്പാനെ കണ്ടിട്ട് കുറേ ആയി എന്നാണ് അനാപ്പ പറഞ്ഞത്. അപ്പം എൻഗേജ്മെൻറ്റിൻ്റെ സമയമായി. നബിലോച്ച മൂലരെ എപ്പോഴാണ് വരുന്നത്? പറഞ്ഞേ, ഞാൻ പറഞ്ഞു മൂലര് വരില്ല. എന്തെങ്കിലും ഒരു വകതിരിവ് ഏതെങ്കിലും കല്യാണം പോയി തിന്ന് ഇങ്ങനെ പോരാ. എൻഗേജ്മെന്റിന് മൂലരെ ഇവിടെ പുതിയാപ്പിള ഷിബിലിന്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ് പുതിയാപ്പിള എനിക്ക് തോന്നുന്നു, നബീലിൻ്റെയും. അപ്പോൾ ഷബീർ, നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഷബീറിന് എനിക്ക് ഒറ്റ ഇമ്പ്രഷനിൽ അങ്ങോട്ട് ഇഷ്ടമായിട്ടോ. കാരണം വല്യമ്മാൻ്റെ കൈ പിടിച്ചാണ് ഷബീർ ആ സ്ഥലത്തേക്ക് ഒരു എൻട്രി ചെയ്തത്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഈ അടുത്ത ഇപ്പം അങ്ങനെ കുറേ ആൾക്കാരൊന്നും ഇല്ലെങ്കിലും പല ആൾക്കാർക്കും ഇപ്പോഴത്തെ കാലത്ത് മടിയുള്ളൊരു കാര്യമാണ് വല്യമ്മാൻ്റെ കൈ പിടിച്ച് നടക്കുക. ഞാൻ പല പരിപാടികൾ ശ്രദ്ധിച്ചിരിക്കുന്നു. പല അതായത് അവൻ പുതിയാപ്പിള അത്രയും സെറ്റപ്പ് കോസ്റ്റ്യൂമിൽ വന്നിട്ടും അവൻ കയറി വന്നപ്പോൾ അവൻ്റെ വല്യമ്മാൻ്റെ കൈ പിടിച്ചിട്ടാണ് കയറി വന്നത്. അപ്പം അത്രയും അത്രയും കൂളാണ്, അത്രയും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്.
ഇന്നത്തെ വേദി കാണികൾക്ക് വേണ്ടി ഒരുക്കിയ മിക്കിത അതോ ലൈനെ വിളിച്ചിരിക്കാൻ വല്ല ഇപ്പോൾ ക്യാമറ വന്നപ്പോൾ കുട്ടാപ്പി ചട്ടാപ്പി ലുട്ടാപ്പി മായാവിയിലെ ബുട്ടാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മെല്ലെ എവിടെ എപ്പോഴാണ് എത്താന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചേനി ദിയാജ് എവിടെ എന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ നിൽക്കണോടത്തുനിന്നാണ് മെല്ലെ കുട്ടാപ്പി പന്തലിട്ടിയപ്പം പിന്നെ നമ്മളടുത്ത പുതിയ ആപ്പിളിനെ കണ്ടോളിട്ടോ. നമ്മളെ കൂട്ടത്തിലെ അടുത്ത പുതിയ ആപ്പിളാണ് എന്താ ഇന്ന് പരിപാടി ഉണ്ട് ഇവിടെ. അല്ല പരിപാടി ഉണ്ട് കാരണം അപ്പം എല്ലാവരും സത്യം പറഞ്ഞാൽ റുഷ്ദിനോട് എന്താ പറഞ്ഞറിയോ, ചെറിയ പരിപാടിയാണ്. ആരുമില്ലാന്നോ? ഞാൻ കരുതി നമ്മള് മാത്രമേ ഉണ്ടാവുള്ളൂ. വിളിച്ച ആൾക്കാർ മാത്രമേ ഉള്ളൂ. നമ്മളെ എനിക്ക് തോന്നുന്നു ക്ഷണം കിട്ടിയവർ മാത്രമേ എത്തിച്ചേർന്നിട്ടുള്ളൂ. കൊതുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. പണ്ടത്തെ കല്യാണ വീടുകൾ പോലെയല്ല, ഭയങ്കര ജെൻസി കല്യാണ വീടുകളിൽ കൊതുകുതിരി അടക്കം ഇവന്റുകാർ സ്പോൺസർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മികത്വം. ആ ഇവന്റ് ടീമാണ് മിക്കിയുടെ ഇവന്റ്സ്, BE ഇവന്റ്സ്. കൊതുകുതിരി അടക്കം ഒരു ഇവന്റ് പരിപാടി നടക്കുന്നതിന് ആവശ്യമായ പന്തൽ, സ്റ്റേജ് പൊളിക്കൽ, സ്റ്റേജ് കെട്ടൽ, മാനത്ത് പോയി മറ്റേ 18 ഷോട്ടായി ഓഡിറ്റോറിയത്തിനുള്ളിൽ പൊട്ടൽ തുടങ്ങി എന്ത് പരിപാടികളും ഏറ്റെടുത്ത് നടത്താൻ മിക്കി. അപ്പം ഞാൻ വന്നപ്പോൾ അന്തം വിട്ടു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് കല്യാണപ്പേരിൽ കൊതുകുതിരി ഒരു ഇവന്റ് ടീം സപ്ലൈ ചെയ്യണ കാണുന്നത്. അധികം കല്യാണത്തിന് പോകല്ലോ കേട്ടോ, ചിലപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ടാവും. എന്നാലും കത്തണത് കൊതുകുതിരി ഇങ്ങനെ തന്നെ കൊടുക്കുന്ന അല്ല മിക്കേ. ഞാൻ ഈ വല്ലാതെ എൻഗേജ്മെന്റ് ഒന്നും പോയിട്ടില്ല. ആദ്യം ചോറ വരിക എങ്ങനെയാണ്? എല്ലാവരും ടേബിളിൽ നിൽക്കണോണ്ട് ചോദിച്ചാ എല്ലാവരും പുതിയാപ്പിളയും പുതിയണ്ണൊക്കെ പുതിയാപ്പിള സ്റ്റേജ് ഇവിടെ നിമിഷ ഇവിടെ കിട്ടും. ഇങ്ങനെയൊന്നും ഇവിടെ നിന്നിട്ട് എടുത്താൽ മതി. കാണികളുടെ പ്രിയങ്കരനും ഞങ്ങളുടെ കൂട്ടത്തിലെ ഞങ്ങളെ സ്വന്തം റുഷ്ദയെ സ്വന്തമാക്കാനൊരുക്കുന്ന വാഴക്കാടിൻ്റെ പ്രിയങ്കരനുമായ ഷബീർ എന്ന കുഞ്ഞാണി നമ്മുടെ കൂട്ടുകാരൻ ഇതാ ഇവിടെ പുതിയണ്ണിനെ കാത്ത് സ്റ്റേജിൽ നിൽക്കുന്നു. അച്ചു തട്ടവിടെ ആ എൻഗേജ്മെന്റ് നമുക്ക് എൻഗേജ്മെന്റ് ഇല്ലേനല്ലോ, നമ്മൾ നേരെ നിൽക്കാറില്ലേനോ നമ്മളൊരടി. അച്ഛനും പിന്നെ എൻഗേജ്മെന്റ് ഒന്നും നേരം കിട്ടില്ല. നേരെ പെണ്ണ് കിട്ടുക നമ്മൾ കെട്ടി. ഇനിയിപ്പോൾ അയിമ പോലെ നൂലാമാലകളൊന്നും ഉണ്ടാക്കിയിട്ട് വെറുതെ ടെൻഷൻ ആവണ്ടെന്ന് എഴുതിയിട്ട് എന്ത് ചെയ്തു. ഒരു വിധത്തിന് അതാണ് നല്ലത്, ടെൻഷൻ കൂടുതലുണ്ടാവില്ല. മണല് തലമലൊക്കെ പുലിച്ചാടിയൊക്കെ അതാ തലമ ബാക്കിൽ ഇതാ മണാലി വൈൽഡ് ലൈഫ് സാങ്ച്വറി. എല്ലാവരും റെഡി ആയിരുന്നു കേട്ടോ. ലിയ റെഡിയാണ്, ഇപ്പത്തെ റെഡിയാണ്. പുതുതലമുറ കപ്പിൾസിനെ കാണിച്ചു കൊടുക്ക്. ഇടത് ഭാഗത്തു നിന്നും ഫസ്റ്റ് ഇരിക്കുന്നത് ഒലീവ് കളറുള്ള പച്ച സൽവാർ ഇട്ടുകൊണ്ട് ഇടത് ഭാഗത്തു നിന്നും സ്റ്റൈലാക്കിയിരിക്കുന്നു ഡ്രെഡ് പെരിന്തൽമണ്ണ. ഡ്രെഡ് ടാറ്റ കൊടുക്ക്. ടാറ്റ. നിമിനു നിജാസ് ഖാന്റെ പ്രിയതമയും ഈ അടുത്ത് സുനിയെ സ്വന്തമാക്കിയ നമ്മുടെ കൂട്ടത്തിലെ രണ്ടാമത്തെ ധീരയുവത സുറയ്യ മിനു കൊണ്ടോട്ടി. നമ്മുടെ സ്വന്തം ടീമിന്റെ ലീഡർ ഇപ്പുത്ത എല്ലാ ഗേൾസിന്റെയും ലീഡർ സ്റ്റൈലാക്കിയിരിക്കുന്നു. മുടിയുടെ രണ്ടിരുവശങ്ങളും ചെമ്പൻ കളർ കൊണ്ട് പാട്ട് 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 പാട്ട്
അപ്പോൾ എനിക്ക് കുറച്ച് കൊല്ലം മുമ്പത്തെ ത്രോ ബാക്ക് എല്ലാവർക്കും കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഷിബിലിനെ ഒറ്റയടിക്ക് എല്ലാവരും പരിചയപ്പെടുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പോൾ നമ്മളെ കൂട്ടത്തിൽ ഞാൻ, അർഷു, ജിംഷ, അസറു എല്ലാവരും എങ്ങനെയാണോ അതേപോലെ തന്നെ ഉള്ള ഒരാളാണ് ഷിബിലി. പക്ഷെ എന്താ വെച്ചാൽ കാനഡയിൽ പോയി, വിസിബിൾ അല്ല, അതായത് കാനഡയിൽ പോയി. അർഷു പോയ ടൈം അർഷു ഒപ്പല്ലോ പോയത്, അർഷും ഷിബിലി ഒപ്പാണ് പോയത്. പിന്നെ കല്യാണമൊന്നും നടക്കാത്തതുകൊണ്ട് മെയിൻ സ്ട്രീം ആയിട്ട് പരിപാടികളൊന്നും കണ്ടില്ല. അർഷുവിൻ്റെ കല്യാണം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് അർഷു ഒന്ന് ആക്റ്റീവ് അങ്ങനെ ഉണ്ടായി. അപ്പോൾ ഷിബിലി കാനഡയിൽ എവിടെയാണ് ജീവിക്കുന്നത്? ഞാൻ വിക്ടോറിയ ബി സിയിലാണ് ഷിബിലി ജീവിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു കാനഡ ജീവിതം? അടിപൊളി. ഫുഡ് ഒഴികെ ബാക്കിയെല്ലാം അടിപൊളി. എല്ലാം അടിപൊളിയാണ്. നിർത്തി പോന്നോ? ഇല്ലേ, അർഷു പോരുണ്ടായിരുന്നു പറയുന്നുണ്ട് പക്ഷെ പോരുന്നില്ല. അർഷു ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഷിബിലിൻ്റെ വീട്ടിൽ ഇവിടെ കണ്ടുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എന്താ വെച്ചാൽ മറ്റേ പടത്തിലുണ്ടല്ലോ, ഇപ്പോൾ ചെറിയ പ്രായത്തിൽ ഇവിടെ കണ്ടപ്പോൾ പറഞ്ഞല്ലോ അതേമാതിരി ഇവളിപ്പം ഇത് എത്രാം ക്ലാസ്സിലാണ് ജി? 5-ലോ 4-ലോ ഇവിടെ 5ാം ക്ലാസ്സിലുള്ളപ്പോൾ ഇവിടെ കാണാൻ പോയിട്ടാ കണ്ടോളി. ഷിബിലിൻ്റെ 5ത്തെ കേട്ടോ. ഇവിടെ ഞങ്ങളാ പേരിൽ അന്ന് വന്നിട്ടുണ്ടല്ലോ, ഇവിടെ ഒരു 10 ഇനി അത് എൻ്റെ കൊല താടിമ താജ്മഹൽ പണിതാ ഞാൻ കേട്ടോ. ആ ടൈമാണത്. കാർഗോ പാൻറ്റും മറ്റേ പുള്ളിത്തൊപ്പിയും ഓളാണെങ്കിൽ ഒരു വെറൈറ്റി കോസ്റ്റ്യൂം, അറേബ്യൻ കോസ്റ്റ്യൂം ഇട്ടിട്ടാണ് വന്നത് കേട്ടോ. ഇപ്പൊ എത്രാം ക്ലാസ്സിലാ? ഇപ്പൊ മാഷാല്ലാ ബർക്കത്തുള്ള ലുക്കിലായി. എത്രാം ക്ലാസ്സിലാ ഇപ്പൊ? 9ാം ക്ലാസ്സിലെത്തി. അപ്പൊ എന്നാണ് നമ്മൾ ലാസ്റ്റ് കണ്ടത്? അതിന് ശേഷം നമ്മൾ കണ്ടിട്ടില്ല, കുറേ കാലമായി. പിന്നെന്താ വെച്ചാൽ പോലെ ഞാൻ ചെക്കന്മാരെല്ലാവരും ഉണ്ടാകുമ്പോഴാണ് ചെക്കന്മാരെ വീട്ടിൽ കൂടെ അങ്ങനെ പോയല്ലോ കേട്ടോ. അതെ, ഒരു വെള്ളച്ചായ അടിക്കും, ഒരു പയമ്പൊരിയും. കുറേ നേരം ഇങ്ങനെ നിന്ന് ചോറ് ആവണില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒന്നല്ലേ ഞാനും ഡിമാൻഡ് ഇട്ടിക്കണ്ട, ഞാൻ അങ്ങനെ തന്നെ വന്ന് പയമ്പരി. ആ 4 പയമ്പരി ഇന്നു. 4 പയമ്പരി പറഞ്ഞാൽ നാട്ടിലത്തെ വലിയ പയമ്പരി 4 വാങ്ങിയിട്ടുണ്ട്. പയമ്പരി. താങ്ക്സ് ബ്രോ, താങ്ക്സ്. ഷിബിലി എന്നാ കാണാ പോണ്ടേ? അപ്പം ഇന്നൊരു ഹെവി പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കാണിച്ചു തരും. നമ്മളെ പുതിയ 2 പ്രൊഡക്റ്റിൻ്റെ ലോഞ്ചാണ്. അതെന്താണ് പ്രൊഡക്റ്റ്, എന്താണ് ലോഞ്ച് എന്നുള്ളത് ഈ വ്ളോഗിൻ്റെ അവസാനം നമ്മൾ എല്ലാവർക്കും കാണിച്ചു തരുന്നതാണ്. മാഹിഷ്മതി സാമ്രാജ്യം അല്ല, പൊസിഷൻ മാറ്റിയോ? അത് ശരി. ഞങ്ങള് മേലക്ക് മേലല്ലേ മറ്റേ നല്ലേ ഞങ്ങൾ ചെക്കൻ ആൾക്കാരാ. സാർ തരേ കല്യാണ ചിർച്ചിക്ക് ചിർച്ചിക്ക് ഒരാളിന്റെ മുന്നേ ഉണ്ട് ഒരു ഓക്കെ കൈ ഇങ്ങനെ ഓളോക്കെ ഒരു വൈബിട്ടില്ലല്ലോ. സാധാരണ മുന്നിൽ ചെക്കരയിലും ഉണ്ടാവും, ചെക്കര കുറെ അപ്പുറത്തും ഉണ്ടായിരുന്നു. ഓന അങ്ങോട്ട് കോസ്റ്റ്യൂം കൊണ്ടുപോയിട്ടോ ചെക്കൻ, സൂപ്പർ കോസ്റ്റ്യൂം. ചേട്ടാ അല്ല ഫോട്ടോ എടുക്കുമ്പോ പോർന്നിട്ടുണ്ടാവും ഞാൻ. മതി മതി നിർത്തിക്കണി. ഓറാക്കല്ലേ ചെക്കൻ നോക്കി ചെക്കൻ്റെ മൂക്കിലിട്ട് അതാ രസം. നബിയിലെ പുതിയാപ്പിള ഇരിക്കട്ടെ, അവിടെ ഇരിക്കണേ പ്രശ്നമായിരിക്കേ. മുന്നിൽ കൊണ്ടോ മിർഷാദ്
പുതിയാപ്പിളിനെ കുറച്ച് കവർ ചെയ്യും ഓപ്പൺ ആക്കിയിടല്ലേ എന്റെ പെണ്ണുങ്ങളത് അത് ഈ കല്യാണത്തിന് എന്നാ കമ്പനിക്കാരനാണ് പെണ്ണിട്ടെല്ലാം ഇരിക്കാൻ പറഞ്ഞത് നബീനെ ഇരിക്കണം അപ്പം ആ വയസ്സായവർക്ക് ഇരിക്കാം കെട്ടാൻ പ്രായമായിട്ടും കിട്ടാതെ ഉള്ളവർക്ക് ഇരിക്കാം എന്താ ചെയ്യാ 0.5 കാണണ്ട 1 മതി യാ ബ്രോ ചിരിക്കാനാ പറയട്ടാ 1 2 3 കൈ പിടിക്കണം ഓക്കെ കശ്മല വിടടാ താങ്ക് യു ബ്രോ താങ്ക് യു ഹാപ്പി മാരീഡ് ലൈഫ് ഗൈസ് ഹാപ്പി മാരീഡ് ലൈഫ് ഹാപ്പി മാരീഡ് ലൈഫ് അടിപൊളിയാവട്ടെ ഉഷാറാവട്ടെ കോസ്റ്റ്യൂം കൊണ്ടുപോയി മിയ രണ്ടാളും കോസ്റ്റ്യൂം സൂപ്പറായി ഇഷ്ടപ്പെട്ടു സൂപ്പർ കോസ്റ്റ്യൂം എൻ്റെ ടീമിൻ്റെ കൂടി ഫോട്ടോ എടുക്കാൻ കിട്ടും സെക്കൻഡ് നാട്ടിലത്തെ ടീം എല്ലായിടത്തും ആ ഫുഡ് കഴിക്കണ്ടോ കഴിച്ചാളി കഴിച്ചിരുന്നു ഫുഡ് കഴിച്ചോളി ഇവിടെ അങ്ങനെ ഇരുന്നാൽ അങ്ങനെ ഇരിക്കേണ്ടി കേട്ടോ നല്ല പോയി ഒരു പ്ലേറ്റ് എടുത്ത് ഇവിടെ കഴിച്ചോ വാ കൈ കൈകളൊന്നും ഇല്ല പിന്നെ ഇവനെ കണ്ടല്ലോ പെണ്ണെട്ടി സൈഡ് ആയിക്കണെന്നുള്ള ഒരു ബോധമല്ല ഇവിടെ അച്ചാറിൻ്റെ അവിടെ വന്നിട്ട് അച്ചാറും മറ്റേ പിസ്തിയും മറ്റേ പൈനാപ്പിൾ ഉപ്പിരിമിയത് ഏലം വാൽച്ചൊരി തിന്ന ജാം ജൂം സൂപ്പർ മാർക്കറ്റ് സ്പോൺസർ ചെയ്യുന്ന ചോറ് കുറേ ഉണ്ടല്ലോ ഓ ഇന്ന് പൊള്ളിക്കും അപ്പോൾ ഡ്രെഡിൻ്റെ ഡയറ്റ് ഇടും ഡ്രസ്സ് മറ്റേ ഓതൻറ്റിക് മോഡസ്റ്റി വിയർ ആണെങ്കിലും പൂള കൂട്ടാനും ചായ നിന്ന് ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യും ഡ്രെഡ് എപ്പോഴും എന്താ കഴിക്കണേ എല്ലാം ഉണ്ട് നല്ല സകല ഗുലാബി ബീഫുണ്ട് ചിക്കൻ ഉണ്ട് ബിരിയാണി ഉണ്ട് എല്ലാം ഉണ്ട് ഫാത്തിമ എന്താ കഴിക്കണേ മന്തി നെയ്പ്പത്തിൽ ഓരോ വരുന്ന ഓരോന്ന് ട്രൈ ചെയ്യാവൂലേ എന്താ കഴിക്കണേ ചിക്കൻ മാത്രം പോണെങ്കില് ദർശക എന്താ കഴിക്കണേ നെയ്പ്പത്തൽ ആണോ ദർശക നെയ്പ്പത്തലാണ് എടുക്കുന്നത് പീസാണോ നെയ്യ് വേണ്ട ഞാൻ മറ്റേ സമൂസ ഒന്നുണ്ട് എണ്ണയും മുക്കിയത് ഇഷ്ടം മെനു കഴിഞ്ഞിട്ട് കാണിച്ചു കേട്ടോ എച്ച് അപ്പോൾ ഷാനു വൈകാതൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുന്നുണ്ട് അത് ഏത് രാജ്യത്തേക്കാവുന്നുള്ള എല്ലാവരും കമൻറ്റ് ചെയ്യുക കമൻറ്റ് പറയണില്ലല്ലോ ഇപ്പോൾ അത് സർപ്രൈസ് ആണ് കേട്ടോ ഇപ്പോൾ പറയൂല എന്താ പറഞ്ഞ കുഴപ്പമുണ്ടോ ആ പിന്നെന്താ എങ്ങനെ ഇവിടെ നല്ല കുടിക്കും ആകെ കൂടുതൽ പണിക്കോണ ഒരാളാ ആ അത് സെറ്റാക്കാം വീഡിയോ അല്ലേ ഇഫ്ര എന്താ തന്നെ കുറച്ച് ബിരിയാണി അടിക്കും പുതിയ എണ്ണാണ് രണ്ട് പ്ലേറ്റ് അതാ പോണ്ടോ കുറ്റിച്ചിറ ഭാഗത്ത് 2 പ്ലേറ്റാണ് കുറ്റിച്ചിറ സ്റ്റൈൽ പിയൂട്ടിന്റെ നാട്ടുകാർ കുറ്റിച്ചിറ ഭാഗത്ത് എല്ലാവരും 2 പ്ലേറ്റിലാണ് തിന്നല് ഇത് പണ്ടേ ഉമ്മമാരുടെ അടവാണ് 2 പ്ലേറ്റിൽ വാങ്ങിയിട്ട് കുട്ടികളെ ചാമ്പല്
അതിന് കിട്ടിയേ ഇത് ഇല്ലാണ്ട് കാണിച്ചത് ആവശ്യമുള്ള എടുത്തോ ഇവിടെ രണ്ടെണ്ണം വാങ്ങണം എന്നിട്ട് കുട്ടിയൊക്കെയാണ് പറഞ്ഞത് എല്ലാ കല്യാണ പരിയിലും ഉണ്ടാവും ഇങ്ങനത്തെ താത്തമാർ കേട്ടോ. രണ്ടെണ്ണം വാങ്ങിയിട്ട് പറയും ഒന്ന് മറ്റേ ചെറിയ കുട്ടിയുള്ളതാന്നൊക്കെ പറയട്ടെ എല്ലാം ഇങ്ങനെ കവർ ഇപ്പൊ കൊടുക്കല്ലോ ലാസ്റ്റ് നാദാപുരം വരെ എത്തേണ്ടതാ. കവർ എടുത്തോ നമ്മൾ ചെക്കൻ്റെ കേട്ടോ. ഇതും ഞാനും മാത്രം ഇവിടെ കെട്ടി അനക്കുള്ളതാണ്. ആ ഒരു ബുദ്ധി അനക്കെന്താ വേണ്ടി പറയും കൂടുതൽ ഇന്ന് ഇതാക്കണ്ട കേട്ടോ, ഹാപ്പി ആക്കണ്ട. ഇവനറിയാം ഞാൻ മാത്രം കല്യാണം കഴിയാത്തുള്ളൂ. കുട്ടിണ്ടായിട്ട് ഷാനത്താനെ മുമ്പിൽ അതിന് മുമ്പിലാക്കിയ ഞാൻ അഥവാ വൈറലായാലോ വിഷയാവും. യൂട്യൂബിലെ കമന്റ് നീങ്ങാത്തത് നല്ല കേട്ടോ, ഡയറ്റ് ഒന്നുമില്ല. എന്ത് ഉബൈൽക്കൊക്കെ വെയിറ്റിംഗിലാണ്. ബിരിയാണിക്ക് പുള കൂട്ടാനൊക്കെ കൂട്ടുപോ. ഞാൻ വരാം. ഞാൻ ജിമ്മിൽ ലാസ്റ്റ് ചെയ്തു. എന്നിട്ട് ശരിക്കും ഞാനിനി വളർത്തി തന്നില്ല. അപ്പുറം ടൈം 10 റുപ്യൻ്റെ സ്നേഹം ഈ വ്ളോഗിൻ്റെ മുന്നിൽ നല്ല കള്ളനാണ്. ഇപ്പം പാടിച്ച കള്ളം ജനിച്ചിട്ട് എനിക്കൊരു ചോറ് പ്ലേറ്റ് കൊടുത്തു വ്ളോഗിൻ്റെ പ്ലേറ്റ്. എന്നാ ഹനാൻ നീ ചോറ് കഴിച്ചോ? നീ അധ്വാനിക്കുന്നവനല്ലടാ, നീ ആദ്യം ഭക്ഷണം കഴിക്കുക സൂര്യാന്ന്. അല്ലു അർജുൻ്റെ സിനിമയിലുണ്ട് അല്ലു ഒരു കമ്പനിക്കാരൻ അതേപോലത്തെ ചിക്കൻ ടേസ്റ്റ് എല്ലാം ഒന്നാണ്. അത്രയൊക്കെ മതി. ബീഫും നെയ്പ്പത്തിലും കലാപം നമ്മൾ ഒരുപാട് ഇനി നമ്മളെന്നുള്ളൂ. വാ ഫുഡ് കഴിക്കുള്ളത് ഈ മാസം ലാസ്റ്റ് ദുബായിക്ക് പോകും. അബുജല്ല കഴിഞ്ഞ മാസം പോയത് സൗദിക്ക് ഉമ്രക്ക് പോയതല്ലേ. എനിക്കെന്താ പരിപാടി ഇപ്പോൾ ശരിക്ക് ഇന്നാലേ ഇപ്പോൾ തന്നെ പോവാ? വേറെ പരിപാടി വേറെ സെറ്റപ്പ് പരിപാടി നടക്കണോ എവിടെയും? ഇല്ല ഇന്നിപ്പോൾ തിന്നാതെ പോണ്. അങ്ങനെ ഫുഡിന് പരിപാടി ഉണ്ടായിരുന്നു. എന്നാലും ഇജ്ജ് ജിമ്മിക്കുള്ള ഒരു പ്ലേറ്റ് എടുത്താ അതിലൊന്ന് കുടിക്കാം. നിലമ്പൂരാരനല്ലേ ഇജ്ജ്? ആ അല്ലേ ചായ കുടിച്ചാൽ മതി. ഞങ്ങൾ എന്നോട് എടുത്തു തരാം. പൊറോട്ട ഉണ്ടോ? എനിക്ക് ഈ ചോറ് കുറച്ച് തന്നെ ഒറ്റ കയ്യിൽ ചോറ് ആ മതി ബ്രോ. ചിക്കൻ തരുത് ഇതേ? ആ ബീഫാണ്. ബീഫ് ഒരു പീസ് കൊണ്ട് കിട്ടുമോ? ബീഫ് മതി. ഈ ഓറിക്കാസിഡ് ചിക്കൻ കുറച്ചുകൂടി കിട്ടോ. അങ്ങോട്ട് എടുത്തോടേ. ആ ബീഫ് കുഴപ്പമില്ല, അത് മതി. ഇനി വരാലോ. ജിംഷ എന്തൊക്കെയാ വാങ്ങിയേ? സീറ്റൊക്കെ ഫുള്ളായി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ജിംഷ ഞാനും കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഒരു കല്യാണ പരിധി വന്നിട്ടേ ചിക്കൻ കുറച്ച് ചോറ് കൂട്ടിയതാ. പ്രോട്ടീനാണ് വേണ്ടത്. പ്രോട്ടീനാണ് ഇതുകൊണ്ട് എല്ലാ നാട്ടുകളും മൊത്തം തിന്നല. പിന്നെ സംഭവം ഓന് വേണമെന്നുണ്ട് കൊടുക്കണം. അപ്പോൾ ഓന് വേറെ ആരെ കൊടുക്കണം? അതുവരെ ഓർമ്മിക്കാൻ തീരുമാനേ ചോറ് പ്ലേറ്റ്. ഇപ്പൊ ഞാൻ തന്നെ എന്താ നിയാലും സൽമാനോ എല്ലാ പരിപാടിക്കും നേരത്തെ എത്തുന്ന നിയാലും സൽമാനും. ഹായ്. ഞങ്ങൾ ഇവിടെ ഉണ്ട്. ചിക്കൻ ചോറ് എടുത്തോളൂ. ഔട്ടു ആ കണ്ടല്ലോ അതൊക്കെ. ആരാ പുതിയാപ്പളിന്റെ പേര്? ഷബീർ. വായിച്ചല്ല അവിടുന്ന്? ഷബീർ എടുത്താരണ? ഷബീർ കുന്നമംഗലല്ലേ? എടവണ്ണപ്പാറ.
റുഷ്തന്റെ പുതിയാപ്പളുടെ പേര് റുഷ്തന്റെ പുതിയാപ്പളുടെ പേര് നോക്കി പഠിപ്പിച്ചാണല്ലോ പറഞ്ഞത്. എവിടെ സ്ഥലം? എവിടെ സ്ഥലം? ശരി സ്ഥലമൊക്കെ നോക്കി. റുഷ്ദ എവിടെ സ്ഥലം? എടവണ്ണപ്പാറാണ് ചെക്കൻ്റെ സ്ഥലം. അപ്പൊ റുഷ്ദന്റെ സ്ഥലം അല്ലേ? കൂളിമാട്. റുഷ്ദന്റെ സ്ഥലം എവിടെയാ? കൂളിമാടോ? റുഷ്ദന്റെ സ്ഥലം എവിടെയാ? കൂളിങ്ങോട്. കൂളിംഗ് ക്ലാസ്സോ? റുഷ്ദന്റെ സ്ഥലം എവിടെയാ? ഇവന്റെ പുതിയാപ്പളിന്റെ കോട്ട. പിന്നെ റുഷ്ദന്റെ എവിടെയാണെന്ന് അറിയില്ല. സ്ഥലം റേറ്റാ ചെറ്റലപ്പിലാക്കലോ? ആര്? ഞാൻ രാവിലെ ബാലിക്കോ ഞങ്ങളൊക്കെ ഇജുണ്ട്. ഞാൻ പോണില്ല. ഇജുണ്ട് നല്ല കാട്ടെ. എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യും ടൈമിന് കുറച്ച് ദിവസം. ടിക്കറ്റും പൈസ എത്തിയിട്ടുണ്ടാവില്ല. നമ്മള് വേണ്ട, നമുക്കെന്താ കൊറേ കാലമല്ല നമ്മള് സ്പെൻഡ് ചെയ്തിട്ട്. ഇവിടെ ഡിസ്കൈന്നല്ലേ ചോറ് മിക്ക കുറച്ച് പൈനാപ്പിൾ കിച്ചറി കൊടുക്കാം. ചോറെടുത്ത് പോയി. ചിക്കൻ വേണ്ട ഇതിൽ അങ്ങനെ ചോറ് ചോറാണ്. ഒന്നും വേണം. ഇതിന് പൊറുക്കിയെടുക്കുക. അത് വേണ്ട അത് വേണ്ട. പൈനാപ്പിൾ മാത്രം മതി 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 മതി. ആ കത്രയുള്ളൂ. നമ്മളെവിടെ ഇരിക്കും? നീ കണ്ട് പുന്നാരേ മമൂദിൻ ഉപണിമോളുടെ കാനോത്ത്. അയ്യോ ആനാൻസന്റെ ആ മുത്ത മുത്ത ഫാത്തിമ സുറാക്കുള്ളിൽ കുഴലൂത്ത്. ഹൈ അപ്പോൾ സുഹൃത്തുക്കളെ, കുറ്റിച്ചിറ കപ്പിൾ ഇതാ എവർക്കും പറയപ്പെട്ട കുറ്റിച്ചിറ കപ്പിൾ ഇതാ ഐസ്ക്രീം തിന്നിരിക്കുകയാണ്. ഫോട്ടോ എടുക്കാനാ ബാബുത്തെ നമുക്ക് ഹോട്ടലിൽ നിന്നാൽ മതി. ശരി കേട്ടോ. അപ്പോൾ ഇതാ മിനും ഷാനിയും സംഘടിതമായി എങ്ങനെ ഐസ്ക്രീമും ഗുലാബ് ജാമുനും ഓൾറെഡി ഒന്ന് സ്വന്തം പേരിലെടുത്തു, പിന്നെ കുട്ടിൻ്റെ പേരിലെടുത്തു. ഇനി ആരെ പേരിൽ ഐസ്ക്രീമും ഗുലാബ് ജാമുൻ? ഇപ്പം വല്ലാതെ വെള്ളം കുടിക്കുന്നുണ്ടോ മിക്കി? ഈ സാധനം എന്താ അവിടെ ബടായിട്ടിക്കണേ? ഇയാളെന്താ കാട്ടി? കല്യാണ പേരിലേക്കുള്ള മൊത്തം വൈദ്യുതിയും നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. മൂപ്പരനെ ശരിയാക്കി. അതാണ് സ്പിരിറ്റ്. ഞാനൊക്കെയാണ് അങ്ങനെ നല്ല ഓറ മൈനസായിട്ട് എല്ലാം അറിയാത്തോലെ പോലെ പോകും. മൂപ്പരെ നന്നാക്കിയിട്ട് വരും. ഇതെന്താ ഐസ്ക്രീം ചൂട്? അതുള്ള പോലെ എന്നിട്ട് കുത്തിക്കറ്റിയ പടച്ചോരെ. നിജാസ്ക ബ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ ഈ രംഗങ്ങൾ സ്കിപ്പ് അടിക്കാതെ കാണേണ്ടതാണ്. നിജാസ്കക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിജാസ്കയുടെ പുത്രി ഇതാ കുട്ടിയുടെ പേരിൽ അകത്താക്കിയ ഐസ്ക്രീമും ഗുലാബ് ജാമുനും ഒരുമിച്ച് കുത്തിക്കയറ്റുന്ന കാഴ്ച കുട്ടി നോക്കിയിട്ട് ഇമ്മക്കെന്താ പറ്റിയത്? ഇമ്മേ ഫയർഫോഴ്സിനെ വിളിക്കേണ്ടി വരും. ആരെങ്കിലും രക്ഷിക്ക്. വെള്ളം പറഞ്ഞു കൊടുക്കി സാനേ. നിഹാലും സൽമാനും പതിവിൽ മാറ്റം വരുത്താതെ നിഹാൽ സൽമാൻ പിടിച്ചോണ്ടിരിക്കണേ. ഒരു ഫുള്ള് കുറ്റി ഐസ്ക്രീമും 4 ഗുലാബ് ജാമുനും തൊള്ള കുത്തിക്കറ്റിക്കണേ. വേം വരി. അപ്പോൾ സുഹൃത്തുക്കളെ, നിഹാലും സൽമാനും പതിവിലൊരു മാറ്റം വരുത്താതെ ഒരു കല്യാണ പരിപാടി അതിൻ്റെ അന്തിമ സമയത്തെത്തിയപ്പോൾ അതിൻ്റെ ലാസ്റ്റ് മിനിറ്റ് ക്ലൈമാക്സ് ഘട്ടങ്ങളിൽ കാണികളെ ആവേശത്തിലാക്കാനും അമ്പരപ്പ് കൊള്ളിക്കാനും എന്ന് വിചാരിച്ച് വന്നെങ്കിലും യാതൊരു ആവേശവും അമ്പരപ്പും കാണികൾക്കില്ലാത്ത രീതിയിലാക്കുന്ന ആ ഒരു വളരെ അടിപോയ കാഴ്ചയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. മീനു അതൊക്കെ കിട്ടിക്കാണോ? മീനു ഗ്യാങ്ങിൽ ഫുള്ള് കുട്ടികളാവും കേട്ടോ. എല്ലായിടത്തും എവിടേക്കൊക്കെയാലും കുട്ടികൾ. മാഷാല്ലാ. ആരതാ കല്യാണം എന്നറിയില്ല, ആരാ കെട്ടണമെന്ന് അറിയില്ല, എന്താ പരിപാടി എന്നറിയില്ല, എന്തിനാ വന്ന് തന്നെ അറിയില്ല. അത് അങ്ങനത്തെ 2 ആൾക്കാർ കേട്ടോ. ഇനിയിപ്പോൾ വളർച്ച തിന്നിട്ട് ഇനിയിപ്പോൾ മെല്ലെ മിന്നും. ബാ 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 നബില് വാ. തമിഴിലാണ്. ആ തമിഴിൽ എങ്ങനെ വെച്ചാല് പെണ്ണെട്ടികളൊക്കെ കെട്ടിപ്പിടിച്ചിരിക്കുക. അല്ലാതെ ഞങ്ങളിങ്ങനെ എന്റെ കമലം
എന്റെ പെണ്ണുങ്ങൾ ഐസ്ക്രീം കഴിഞ്ഞിട്ടില്ല, എന്റെ പെണ്ണുങ്ങൾ ഐസ്ക്രീം ഒന്നും കഴിഞ്ഞിട്ടില്ല. ഐസ്ക്രീം ഞാൻ വാങ്ങിത്തരാം. ഒരു കപ്പിൾ കൂടി ഉണ്ടല്ലോ, ഒന്ന് പിടിക്കോ? അല്ലല്ല പിടിച്ചു. ആ ഇതിലെടുക്കാം, ഇതിലെടുക്കാം, മറ്റേലോ ഇതിലെടുക്കാം. കോപ്പറേറ്റിനെ കുറിച്ച് ബുദ്ധിമുട്ട് എനിക്കില്ല, പോണെ പോട്ടെ. ഫുള്ളുണ്ട്. മീനുണ്ട് ഇങ്ങനെ. സൂപ്പറാവും. നിക്ക പാളൂലല്ലോ ഷാനുവിന്റെ. നമ്മളിങ്ങനെ എടാ ജിംഷ കുറച്ച് എടുത്ത് എല്ലാരും കൊള്ളോ, കുറച്ച് ഇങ്ങോട്ട്. ലൈറ്റ് ഉണ്ടോ? കുറച്ച് ഇങ്ങോട്ട് കണ്ടില്ല, കുറച്ച് ഇങ്ങോട്ട് കുറച്ച് ഇറങ്ങി. അയ്യോ അവനാന്റെ പെണ്ണുങ്ങളെ കുറച്ച് മുന്നിൽ കുടിച്ച് നല്ല കൊള്ളുള്ളൂ. മുന്നിക്ക് വെക്ക്, ഇജ്ജ് മുന്നിക്ക് വെക്ക്, കുറച്ചുകൂടി എടുത്ത് ഇങ്ങോട്ട്. ആ അന്റെ പെണ്ണുങ്ങളെ കുറച്ച് ഇങ്ങോട്ട്. ഞങ്ങളൊക്കെ നിൽക്കുന്നുണ്ടല്ലേ ഇഫ്രാൻ എന്റെ മുന്നിൽ വെക്ക്. ആ നല്ല കൊള്ളുള്ളൂ. നിങ്ങളൊരു റൊമാൻറ്റിക്കിൽ നിൽക്കണോ? ഞങ്ങൾ ഫണ്ണിയായി നിൽക്കട്ടോ. അതിപ്പോ റൊമാൻറ്റിക്കാൻ പറ്റില്ല. എടാ രസമുണ്ട് കേട്ടോ. ആ വിട്ടിക്കല്. ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അങ്ങോട്ടോ നിക്ക. ഇതാണ് ഫ്രെയിം കേട്ടോ, ഇതാണ് ഫ്രെയിമേ. കറക്റ്റ് ഇത് കേട്ടോ, മാറൂലല്ലോ. കുറച്ച് എടുത്തേക്ക് കേട്ടോ. എടാ ഒരു ഫീലില് നിക്ക്, കുറച്ച് എടുത്തേക്ക്. അല്ല ഇനിയിപ്പം ഷാനിനെ കണ്ടാക്കില്ല എങ്ങനെയാണ്? ഞാൻ വിചാരിച്ചേ സീൻ തന്നേല് നിങ്ങൾ നടുവിലാണല്ലോ. അപ്പം ഇന്നത്തെ ദിവസം നിൽക്കി മനോഹരമാക്കാൻ നമ്മളെ കൂടെ സഹകരിച്ച സഹകരണ സ്ഥാപനങ്ങൾ ഷാനു റെഡ് കപ്പിൾ, അച്ചുലിയ കപ്പിൾ, ജിമ്മി ഇഫ്ര കപ്പിളിന് ഞങ്ങളുടെ ആശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങൾ കല്യാണം വിടുന്നു പറഞ്ഞു പോയിക്കോളി. അവന് ഞങ്ങൾ അല്ല ഞാനും അങ്ങട്ടാ. അപ്പൊ സുഹൃത്തുക്കളെ, ഇന്നത്തെ ദിവസം മനോഹരമാക്കാൻ നമ്മളെ കൂടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ഇപ്പുത്ത, ആരെ കല്യാണം, എന്തിനുള്ള കല്യാണം, ഏത് പുതിയാപ്ല, എന്താണ് പരിപാടി, യാതൊരു വിവരവും ബോധവുമില്ലാതെ ഈ കല്യാണത്തിൽ പങ്കെടുത്ത സൽമാൻ, അതുപോലെ തന്നെ ഇന്നത്തെ പന്തലിട്ടെന്ന മിക്കി, അതുപോലെ തന്നെ നമ്മുടെ ന്യൂ ജെൻ വ്ളോഗർ, നമ്മുടെ പുതിയ ജെൻസി വ്ളോഗർ, ജെൻസി പിള്ളേരുടെ ഹരമായ നാദാപുരംകാരി ഷാന. അപ്പം 4 സെക്കൻഡ് മാത്രം സ്ക്രീനിൽ വന്നുകൊണ്ട് കാണികളെ അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള ഐസ്ക്രീം തീറ്റ കാഴ്ചവെച്ച കൊണ്ടോട്ടിയുടെ സ്വന്തം മിനു സുനി. ആ അല്ല കൊണ്ടോട്ടിക്കല്ലേ പോണ്ടേ, ഒപ്പം പോവാ. എല്ലാവരും ഒരു റൂട്ടാവും. അല്ല നമ്മളെല്ലാവരും ഒരു റൂട്ടാവും. നമ്മളെല്ലാവരും ഒരു സ്ഥലത്തേക്കല്ലേ പോണത്. ആ ഓക്കെ പോവാ. പിന്നെ പരിപാടി കഴിഞ്ഞു, അവിടെ ഒന്ന് കൂടി കൊടുത്തോളാം കേട്ടോ. പുതിയാപ്പിളിയും പുതിയെണ്ണം പോയി. ഞാനേ ഞാൻ ഇവിടെ ഇന്നലെ മുതലുണ്ട് കേട്ടോ. നമ്മളുണ്ടാവും, എന്താവശ്യത്തിലും വിളിക്കാം. വ്ളോഗ് ഉണ്ടാവുമ്പോ വന്നിട്ടേ അങ്ങനെ വരലുള്ളൂ. എന്താടാ നമ്മളപ്പോ വന്നിട്ട് കാണാം. ഇടത്തൂർന്ന മീശയും സൂപ്പർ താടിയും ഇൻലെസ് പെർഫ്യൂംസ്. ശരിക്കും നിൽക്കണ്ടേ?
ഇതൊക്കെ ഡണ്ടേ ജിംഷാ ഇങ്ങനത്തെ ഒക്കെ കയറി പോവാ അല്ലേ? അല്ല ശരിക്കുള്ള എല്ലാരും ചെയ്യുന്നുണ്ട് ഇങ്ങനെ ടോപ്പായി നിന്നിട്ട്. നമ്മള് നാടനായി ചെയ്യണം. ഒരിക്കലും അപ്രൂവ് ചെയ്യില്ല. മാറ്റിയെടുത്തോ. ഷാനു തേക്കുന്ന ബിയർഡ് ഓയിൽ, ഹില്ലേഴ്സ് ബിയർഡ് ഓയിൽ. ഷാനുവിനെ പോലെ തഴച്ചൊരു താടി വളരാം. ഹില്ലേഴ്സ് ബിയർഡ് ഓയിൽ. ബ്ലാക്കോ ഇടണേടാ, ഫുൾ ബ്ലാക്ക് ആക്കേ. സ്കൂൾ കുട്ടിയൊക്കെ ട്രോഫി ഇട്ട പോലെ പിടിക്കേണ്ടി വരും. ബാക്ക് ആകെ ഡ്രോപ്പ് ആയിട്ട് മൊത്തത്തില് ഡ്രോപ്പ് ചെയ്യണോ? എവിടെ യാടാ ഇത് പുതിയതാ? ഹിൻലേസ് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നു അനൗൺസിംഗ് ഹിൻലേസ് ടീസ്. ലെറ്റ്സ് ഗോ ബോയ്സ്. ഹിൻലേസിന്റെ ഡിസൈൻ മാറ്റണമെന്ന് പറഞ്ഞവർക്ക് വേണ്ടി ഹിൻലേസ് പുറത്തിറക്കുന്നു. ഡിസൈൻ മാറ്റിയ ഏറ്റവും പുതിയ സ്റ്റൈൽ ഹിൻലേസ് ടീ-ഷർട്ട്സ്. Yes, this is a collaboration special edition t-shirt. അതായത് നമ്മൾ 30 പീസ് മാത്രമേ ഇറക്കിയിട്ടുള്ളൂ. നമ്മളെ അത്രയും സ്പെഷ്യലി നമ്മളെ പ്രൊഡക്ട്സ് വാങ്ങുന്ന നമ്മളെ 30 പീസ് മാത്രം ഇറക്കിയെന്ന് വെച്ചാൽ നമ്മളെ സ്പെഷ്യൽ കസ്റ്റമേഴ്സിന് അത്രയും കസ്റ്റമേഴ്സ് ചെയ്തിട്ടുള്ള ഒരു 30 പീസ് മാത്രമേ ഇപ്പോൾ ഷാനുവിൻ്റെ പേരിലുള്ളൂ. 360 പീസ് നമ്മൾ വേറെ ഗോഡൗണിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം വാങ്ങുന്ന ലിമിറ്റഡ് 2 പീസ് കയറി ലിമിറ്റഡ് എഡിഷൻ ടീഷർട്ടാണ് കേട്ടോ. വേണ്ടിയൊരു വാങ്ങിക്കോളിയും. ഈ സ്റ്റൈൽ ഉള്ളിൽ ഘടിപ്പിച്ചു. ഇന്ന് ഫുൾ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് പോണത്, പണ്ടത്തെ പോലെയല്ല. ഹിൻലേസ് പെർഫ്യൂംസ്, ഹിൻലേസ് ടീ-ഷർട്ട്സ്, ഹിൻലേസ് ഫാമിലി. ഷൂട്ട് ചെയ്യാ കട്ട് ചെയ്തോളാം. അപ്പോൾ ഗായ്സ് എടുക്കണ വീഡിയോ ഫോട്ടോ കാണിച്ചു കൊടുത്തോ. അപ്പോൾ ഗായ്സ് ഇതേപോലെയാണ് ഞാൻ എടുക്കണത്. ഓ ഒരു മാറ്റില്ല. കറക്റ്റ് കള്ളല്ലേ? ഓ ഇപ്പം റെഡ് ഇതാ അവിടെ. അടുത്ത് അതാണ്. എടാ നമുക്ക് ഇതേപോലെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വ്ലോഗ് എടുക്കാൻ പറ്റുവാനാണ്. നോക്കട്ടെ. നോക്കട്ടെ ജിംഷ. എനിക്കൊന്ന് കുറച്ച് കട്ടാക്കി എടുക്കുമ്പോഴേ രസം. ഭയങ്കര അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളത് വെറും കളി മാത്രമാണ്. കാര്യത്തിലേക്കാണ് ഇനി നമ്മൾ കിടക്കാൻ പോകുന്നത്. കാരണം നമ്മളെല്ലാവരെയും ഓൺ ബ്രാൻഡാണ് ഹിൻലേസ് ഉള്ള എല്ലാവർക്കും അറിയാം. സോ നമ്മൾ ഇത്രയും കാലം ടീഷർട്ട്സ് ഒരുപാട്, ഇപ്പം നമ്മൾ ചെറുക്കട്ട പോലത്തെ ടീഷർട്ട്സ് ഒരുപാട് നിങ്ങളെല്ലാവരും ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. സോ അതിലേക്ക് കുറച്ച് പുതിയ ഡ്രോപ്സ്, പുതിയ അപ്ഡേറ്റ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. 2026 ആണ്. പലവിധ മാറ്റങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഇക്കൊല്ലം ട്രൈ ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നത്. പാട്ട് ഇപ്പം വയോജന സോംബി മാറിയ പോലെ ടീഷർട്ടുകളും ട്രെൻഡിങ് പാട്ടുകളിലേക്ക് മാറുന്ന തിരക്കിലാണ് ഞങ്ങളുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കൊണ്ടോട്ടിയിലുള്ള BNMX സ്റ്റുഡിയോയിലാണ്. കൊണ്ടോട്ടിയിൽ ഏറ്റവും പുതുതായി തുറന്ന് പ്രവർത്തനം ആരംഭിച്ച
നബീലിൻ്റെ സ്വന്തം BNMX സ്റ്റുഡിയോയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ചൂസ് ചെയ്യാൻ പറ്റണേ നമ്മൾ ഇക്കുൻ്റെ അല്ല കേട്ടോ, മിഡിൻ്റെ നബീലിൻ്റെ പുതിയ സ്റ്റുഡിയോ ആണ് കേട്ടോ. അപ്പം ഇവിടുന്ന് ഇനി നമ്മളെ പ്രൊഡക്റ്റ് ഷൂട്ട് കാര്യങ്ങൾ പരിപാടികൾ മൊത്തം നടന്നു കേട്ടോ. അപ്പം ഇറങ്ങാനുള്ള കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം. ഇത് നമ്മളെ പെർഫ്യൂംസ് ആണ് കേട്ടോ. ഹിൻലേഴ്സിൻ്റെ സുമയുണ്ടോ? ഇതാ എന്നിട്ട് സുമ ചെയ്തോ. ഇത് ഹിൻലേഴ്സിൻ്റെ തന്നെ ലക്സ് ലേബൽ പറഞ്ഞിട്ടുള്ള ലേബൽ. ഇതാ ഇതൊരു പെർഫ്യൂമ്. പിന്നെ ഓപ്പൽ ഓറ പറഞ്ഞിട്ടുള്ള വേറൊരു പെർഫ്യൂമ്. അപ്പോൾ ഇത് ജെൻസിൻ്റെ പെർഫ്യൂമാണ് കേട്ടോ. ഇനി ഇത് ലേഡീസിൻ്റെ പെറ്റൽ ആൻഡ് പേൾ പറഞ്ഞിട്ടുള്ള ഒരു പെർഫ്യൂമ്. എന്താ ഇത് ജെൻസിൻ്റെ കേട്ടോ, ഓപ്പലോറ. അതുപോലെ തന്നെ പെറ്റൽ ആൻഡ് പേൾ. അപ്പം ഒരുപാട് കാലത്തെ, കുറേ അധികം കാലമൊന്നുമില്ലെങ്കിലും കുറച്ച് കാലത്തെ ഞങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കിഷ്ടമുള്ള എന്നാൽ കാണികൾക്ക് ഒന്നടങ്കം ഇഷ്ടമുള്ള കുറച്ച് പെർഫ്യൂംസ് കൂട്ടി ഇണക്കി ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ ഞങ്ങളെ പ്രത്യേക രുചിക്കൂട്ടിൽ ഇറങ്ങുന്ന പെർഫ്യൂംസാണ് ഹിൻലേഴ്സ് പെർഫ്യൂംസ്. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ളത് ഈ വെച്ചിരിക്കുന്ന ഫുള്ള് കുട്ടികൾക്കുള്ള കേട്ടോ. അപ്പോൾ അത് ഒരു സർപ്രൈസാണ്. അതെന്താണ് സംഭവം എന്നുള്ളത് അത് കാണിച്ചു കൊടുക്കണോ? അപ്പം ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അത് പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ലേഡീസിൻ്റെ പെർഫ്യൂംസ്. മൂൺലൈറ്റ് മാജിക്. ഇതൊന്ന്. അപ്പോൾ കൂടുതൽ ഇപ്പോൾ പാക്കിങ്ങമ്മയും പരിപാടിയും കുപ്പിമൊന്നും കൂടുതൽ ഡിസൈൻ കാട്ടിക്കാണ്ട് പൈസ കൂട്ടാതെ വളരെ ലൈറ്റായിട്ട് വലിയ കുഴപ്പമില്ലാത്തൊരു കുപ്പിയും ബോക്സിലും നല്ല പെർഫ്യൂം സെല് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് നമ്മൾ ഈ ഒരു പെർഫ്യൂംസിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതും ഹിൻലേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. അപ്പോൾ ഇനി ഹിൻലേഴ്സിൻ്റെ ഏറ്റവും പുതിയത് എവിടെ ഷാനു? ടീഷർട്ട്സ് ഏറ്റവും പുതിയ ഡ്രോപ്പിൽ വരുന്ന ടീഷർട്ട്സ് ഇതാട്ടാ. ഒന്നത് ഫുൾ കാണിച്ചു കൊടുക്കുക, ബൈ ദ ആർട്ടിസ്റ്റ് ഇതാട്ടോ. അപ്പോൾ ഇത് ഫുള്ള് ലെഫ്റ്റിൻ്റെ പണിയാണ് കേട്ടോ. ഇനി ഒന്നത്. അപ്പോൾ വൈറ്റ്, എന്നെപ്പോലെ വൈറ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇടാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇറക്കുന്നു ഹിൻലേഴ്സിൻ്റെ ഏറ്റവും പുതിയ ഗ്രാഫിക് പ്രിൻറ്റഡ്, അതായത് സെൽഫാണ്. ഇതൊക്കെ ഡിസൈൻസ് ഫുൾ നമ്മൾ തന്നെയാണ്. വേറെ എവിടെയും നിങ്ങൾ ഇത് എത്ര പിൻട്രസ്റ്റ് തപ്പിയാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ തപ്പിയാലോ കിട്ടുന്ന ഡിസൈൻസ് അല്ലത്. കാരണം ഇത് ഐപാഡിൽ കുത്തിയിരുന്ന് നമ്മളെ ഓൺ പരിപാടികളായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഓരോ സാധനം നമ്മളായിട്ട് ബന്ധപ്പെട്ട പരിപാടികളാണ്. ഇത് ലെഫ്റ്റാണ്, ഇത് നമ്മളെ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ. അപ്പം ലെഫ്റ്റിൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് ഡിസൈനിങ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതും നമ്മൾ ഓൺ ഡിസൈനാണ്. ഇതൊന്നും നെറ്റിൽ കാണാൻ കിട്ടുന്ന ഡിസൈൻസ് അല്ല കേട്ടോ. അപ്പോൾ ഹലോ ഹിൻലേഴ്സ് എന്നിട്ട് ഇങ്ങനത്തെ ഒരു സാധനം കേട്ടോ. ഇതാണ് എനിക്ക് ഇറക്കിയാൽ ഇപ്പോൾ ഇറങ്ങിയ ഡ്രോപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഈ സാധനമാണ് കേട്ടോ. ഹലോ ഹിൻലേഴ്സ് ബാക്കിൽ ഇങ്ങനെ ഫ്രം ദ ഹൗസ് ഓഫ് വാൻഡൽസ്. വേറെ ഏതാ? പിന്നെ ബ്ലാക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഇതിൻ്റെ പ്രത്യേക നിബന്ധന പ്രകാരം ബ്ലാക്കും വൈറ്റും മാറി മാറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റട്ടോ. പല കളറിലെ സാധനം വരുന്നില്ലേ, പല കളറിൽ പറന്നു പൊട്ടുന്ന സാധനങ്ങളാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് അത് നമ്മളെ പീടിയ തന്നെ കേട്ടോ. ഇതാ. അപ്പം ഇതാണ് നമ്മളെ ഇറങ്ങാനുള്ള ഡ്രോപ്പ്. അപ്പം ഇന്നത്തെ ഡ്രോപ്പിൽ ഫോട്ടോസ് ഉണ്ടോ ജിമ്മേ? ഇങ്ങനെ കാണാൻ പറ്റുമോ, നോക്കാൻ പറ്റുമോ, കാണാൻ പറ്റുമോ? അപ്പം ഇന്നത്തെ ഫോട്ടോസ് നമുക്ക് എടുത്തു തന്ന് നമ്മളെ ബ്രാൻഡിനെ മനോഹരമാക്കുന്നതിൽ പിന്നാമ്പുറത്ത് നട്ടെല്ല് പോലെ പ്രവർത്തിക്കുന്നത് നമ്മുടെ സ്വന്തം ജിമ്മിയാണ്. അപ്പോൾ എന്ത് ഷൂട്ട് ഉണ്ടെങ്കിലും ഇപ്പോഴേ പറയുകയാണെങ്കിൽ പ്രൊഡക്റ്റ് ഷൂട്ട്, നിങ്ങൾക്ക് ഇനി ഒരു പ്രൊഡക്റ്റ് ഷൂട്ട് ചെയ്യാനാണോ അല്ലെങ്കിൽ ഒരു ടീഷർട്ട് അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ ഇനിയിപ്പോൾ കല്യാണം കൊളവാടം എന്ത് പരിപാടിയാണെങ്കിലും അണുവിനെ തെറ്റാതെ ഓൺ ടൈമിൽ ഔട്ട്പുട്ട് നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് തരും ജിമ്മി. അപ്പോൾ ജിമ്മി എടുത്ത കുറച്ച് ഫോട്ടോസ് നമുക്കിന്ന് കാണാം. ബാബാ ഇങ്ങോട്ട് ബാ. സൂം എത്തൊരു മടി കറക്റ്റ് കാണിച്ചു കൊടുക്കുക. ജിമ്മി എടുത്ത വെടിച്ചില് പോലത്തെ ഫോട്ടോസ് അതൊക്കെ വെറുതെ കുടുംബക്കാർ കൊണ്ടുവരുന്ന പോലെ എടുത്താണ്. കപ്പിൾ ഫോട്ടോസ്. അപ്പോൾ ജിമ്മി എടുത്ത ഫോട്ടോസ് ആട്ടോ അത് ഫുള്ള്. ബാക്ക് കോട്ടയം ഷാ
ഇതൊക്കെ നോളായതാട്ടോ, ഇതൊന്നും പ്രൊഡക്റ്റിനില്ല കേട്ടോ, ഇതൊക്കെ കുതിരട്ടതാണ്. ഇത് ആ മറ്റേ പോസ് എടുത്തെടുത്ത ഇങ്ങനെ ഇത്. അപ്പോൾ ഈ പോസ് എന്താ വെച്ചാൽ ഇതൊരു സ്പെഷ്യൽ ഇൻസ്പയർഡ് ഡിസൈൻസാണ്. അതായത് ആ ഒരു ടീഷർട്ട് വാങ്ങിയിട്ടില്ലെങ്കിൽ ഞങ്ങളെ കടപ്പാടം മുട്ടിപ്പോണ അവസ്ഥയിലേക്ക് ഞങ്ങൾ പോകും എന്ന് കാണിക്കണ, അങ്ങനെ പോയാൽ എങ്ങനെയാവും പിന്നീടുള്ള ടീഷർട്ട് വരുമ്പോൾ ഞങ്ങൾ ഡിസൈനിങ്ങിന് വേണ്ടി മോഡൽസ് എങ്ങനെയാവും നിൽക്കുക എന്നുള്ള അറിയിക്കണ ഒരു ഇതാണ്. അപ്പോൾ ആ അവസ്ഥയ്ക്ക് പോവാതെ നമ്മളെല്ലാവരും കാത്തു സൂക്ഷിക്കുക, സാധനങ്ങൾ വാങ്ങുക, കടപ്പാടം മുട്ടിയ ഫോട്ടോ ഇടുന്ന അവസ്ഥയ്ക്ക് കൊണ്ടുവരുത്. അപ്പോൾ ഇത് ബൈ ദ ആർട്ടിസ്റ്റ്, ഇത് വൈറ്റ് ഇട്ടാ. ഇതെന്താ ഇത് കമ്പനീൻ്റെ മുതലല്ല. അത് രസമുണ്ടാ, ഇത് രസമുണ്ട്. ഇങ്ങോട്ട് എടുക്ക്. അതിനല്ല, ഇത് നല്ല രസമുണ്ട് ഈ ഫോട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ജിമ്മി ഒരുക്കുന്ന കിണ്ണം കാച്ചിയ ഫോട്ടോസ്. വേറെ സാധനം ഇത് പെർഫ്യൂമിൻ്റെ കേട്ടോ. അപ്പോൾ പെർഫ്യൂമിൻ്റെ ഫോട്ടോസ് ജിമ്മി എടുത്ത് വെച്ചതാണ്. ഇത് കുറേയൊക്കെ ഡെമോ കേട്ടോ. ഈ സാധനമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അറിയോ ഇതൊക്കെ ഇത് അല്ല ഇത് അതിൻ്റെ ഇപ്പുറത്തെ ഇത് അത് കറക്റ്റ് കാണിച്ചു കൊടുത്താ. സൂം ചെയ്യും ഒന്നും കൂടി ഫോർട്ടോ കൊടുക്കുക. അപ്പോൾ ഇതാണ് എനിക്ക് ജിമ്മി എടുത്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇന്നത്തെ ഷൂട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കേട്ടോ. അപ്പം ഇത് നമ്മളെ പെർഫ്യൂമിൻ്റെ ജസ്റ്റ് ഒരു ഷൂട്ടാണ്. ജസ്റ്റ് ഇപ്പോൾ ഒരു ഡെമോക്ക് വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഓഫീസ്ക്കാർക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. ഇതിപ്പം ആകെ കുടുങ്ങിയിട്ട് ഓഫീസ്ക്ക് നമ്മളെ കുറേ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് നമ്മൾ ഇറങ്ങാനുള്ള പ്രോഡക്ട്സ്. അപ്പോൾ കുട്ടികൾക്കുള്ള കുറച്ച് പ്രോഡക്ട്സ് ഇറങ്ങുന്നുണ്ട്, വലിയവർക്കുള്ളത് ഓൾറെഡി ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ അവൈലബിൾ ആയിട്ടില്ല, അവൈലബിൾ ആയി വരും. എല്ലാവരെയും പിന്തുണ, വ്ളോഗ് കാണുന്ന അതേ പിന്തുണ ഇതൊക്കെ വാങ്ങുന്നതിലും നിങ്ങൾക്കെല്ലാവരും ഉണ്ടാവും എന്ന വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മളിങ്ങനെ ഓരോ അന്തംവിട്ട പ്രൊഡക്റ്റുകൾ ഇറക്കി വിടുന്നത്. അന്തംവിട്ടല്ല, നല്ല പ്രൊഡക്റ്റുകൾ നമ്മൾ ഇറക്കി വിടുന്നത്. സോ നമ്മളിപ്പം ഞാൻ വൺസ് അഗൈൻ സ്റ്റുഡിയോ പരിചയപ്പെടുത്തി തരാം. BNMX കൊണ്ടോട്ടിയിൽ. നിങ്ങൾക്ക് എന്ത് ഷൂട്ട് പരിപാടികളുണ്ടെങ്കിലും BNMX കോൺടാക്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യുക. വളരെ വിശാലമായ, അതിവിശാലമായ ഷൂട്ടിംഗ് സൗകര്യവും പാർക്കിംഗ് സൗകര്യവുമുള്ള BNMX. അടിയിലെ പാർക്കിംഗ് ആണ് കേട്ടോ, വളരെ അതാ പറഞ്ഞത്. ഫുള്ള് കാണിച്ചു കൊടുത്താൽ ഫുള്ള് സെറ്റപ്പ് സ്റ്റുഡിയോ ഉണ്ടോ, കിഡിലൻ സ്റ്റുഡിയോ. എന്ത് പരിപാടികൾക്കും, എന്ത് പ്രൊഡക്റ്റ് ഷൂട്ടിന് പരിപാടികൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ BNMXനെ വിളിക്കുക. ഷൂട്ട് ചെയ്യാൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വ്ളോഗ് കാണുന്ന പോലെ പ്രൊഡക്റ്റ് ആണെങ്കിൽ മസ്റ്റായിട്ട് ജിമ്മിനെ വിളിക്കുക. ജിമ്മല്ലാത്തൊരു പരിപാടിയില്ല. എന്ത് ഷൂട്ടിങ്ങുകൾ ഏതുമാവട്ടെ, കലണ്ടർ ജിമ്മി തന്നെ, അത്രേ ഉള്ളൂ. ജിമ്മി അതായത് ഫോട്ടോ എടുക്കാൻ വരെ ജിമ്മി വന്നൊരു സ്റ്റൈലാണ്, അഭിനന്ദനാർഹമായ ഒരു സ്റ്റൈൽ. അതായത് പുതിയാപ്പിള പോലും, ഒരു കല്യാണത്തിന് പോലെ പുതിയാപ്പിള പോലും ഒരുങ്ങി വരാത്ത സ്റ്റൈലിലാണ് ഫോട്ടോ എടുക്കാൻ പോണപ്പോൾ ഒരുങ്ങി പോണത്. പല കല്യാണങ്ങൾക്കും ഇപ്പോൾ ജിമ്മിനെ വിളിക്കണില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. കാരണം എന്താ വെച്ചാൽ പുതിയാപ്പിളിനെക്കാട്ടിലും സ്റ്റൈലിലാണ് കല്യാണപ്പരകളിൽ ഇപ്പോൾ ജിമ്മി എത്തുന്നത്. അത് പുതിയാപ്പിളക്ക് മറ്റേ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് പല കല്യാണങ്ങളിലും ഇപ്പോൾ ജിമ്മിനെ എടുക്കണില്ല. പക്ഷെ എന്നാലും പുതിയങ്ങളുടെ കല്യാണം ഉണ്ടെങ്കിൽ എന്തായാലും വിളിക്കുക. അപ്പോൾ സാധനങ്ങളൊക്കെ ഇപ്പോൾ പുതിയ കേട്ടോ, കോട്ട് സൂട്ടൊക്കെ പൊയിഞ്ഞു കൊണ്ടുപോവാണ്. ഇവിടുന്ന് കിട്ടിയ ബെഡ്ഫിറ്റിൽ നിന്ന് കിട്ടിയ കോട്ട് സൂട്ടാണ് നിർത്തിന് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും വൺസ് അഗൈൻ ഗൈസ്, മസ്റ്റായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യം, കമൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തിങ്ക് മ്യൂസിക് ഇന്ത്യയുടെ പേജിൽ പോവുക. മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യുക. കാരണം എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഇങ്ങനത്തെ പാട്ടുകളും സംഭവങ്ങളൊക്കെ നമുക്ക് പാടാൻ പറ്റുന്നത്, ഇത്രയും വലിയ പ്രൊജക്റ്റിൻ്റെ ഭാഗമാവാൻ പറ്റുന്നത്. ഇൻ ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങളെല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളും ഉള്ളതാണ്. സോ അത് കണ്ടിന്യൂ ചെയ്യുക. മസ്റ്റായിട്ടും ഇപ്പോൾ തരുന്ന പോലെ തന്നെ പറ്റുകയാണെങ്കിൽ തരിക. സോ മസ്റ്റായിട്ടും പറ്റുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും തിങ്ക് മ്യൂസിക് ഇന്ത്യയുടെ പേജിൽ പോയിട്ട് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് നമ്മളെ പേര് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ബിബിൻ ചേട്ടൻ്റെ പേര് കമൻറ്റ് ചെയ്യുക. സോ പടം എന്തായാലും മസ്റ്റായിട്ട് എല്ലാവരും തിയേറ്റേഴ്സിൽ പോയി കാണാം. പ്രകമ്പന മൂവി, ആദ്യത്തെ പാട്ടാണത്, ആദ്യത്തെ പ്രൊമോ സോങ് ആണത്. സോ എന്തായാലും നിങ്ങളെല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഗോയിങ് ടു ഹിറ്റ് 29 lakh സബ്സ്ക്രൈബേഴ്സ്. സോ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു കിടിലം വ്ളോഗിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ഐ ലവ് യു ഓൾ. പാട്ട് മസ്റ്റായിട്ടും കേൾക്കുക. പ്രകമ്പനത്തിലെ പാട്ട്, വയോജന സോംബി പറഞ്ഞ പാട്ട് മസ്റ്റായിട്ടും ക്രിയേറ്റേഴ്സൊക്കെ റീൽസ് ക്രിയേറ്റ് ചെയ്യുക. സോ മറ്റൊരു വ്ളോഗിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ഐ ലവ് യു ഓൾ. ബൈ.